ഫാമിലി PSC ഞാൻ ആര്യ. അപ്പം നമ്മൾ കമ്പനി ബോർഡ് LGSന് പൊതുജനാരോഗ്യം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കമ്പനി ബോർഡ് LGSന് മാത്രമല്ല കേട്ടോ, PSC പരീക്ഷകളിൽ പൊതുജനാരോഗ്യമുള്ള എല്ലാ എക്സാമുകൾക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആണ്. ഇപ്പോൾ പൊതുജനാരോഗ്യം നമ്മളൊരു സീരീസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഫുള്ളായിട്ട് പഠിച്ചു. നമ്മളുടേതായ കോഡുകളിൽ കൂടെ നിങ്ങൾ പഠിച്ചു. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനവും നമ്മൾ പഠിച്ചു. ഇതെല്ലാം SCERT ബേസ്ഡ് ആയിട്ടുള്ള ഫാക്ട്സും കൂടെ ചേർത്താണ് നമ്മൾ പഠിച്ചത്. പിന്നെ ജീവിതശൈലി രോഗങ്ങളും നമ്മൾ പഠിച്ചു. ഇന്ന് പൊതുജനാരോഗ്യത്തിൻ്റെ അവസാനത്തെ ക്ലാസ് ആണ്. നിങ്ങൾ ഒത്തിരി കമൻറ്റ് ചെയ്ത് ചോദിച്ചതാണ് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ക്ലാസ് എപ്പോൾ വരും എന്നല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഈ 2025 ഈ കഴിഞ്ഞ മാസം വരെ നടന്ന പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്ലാസ് ചെയ്തേക്കുന്നത്. പണ്ടെടുത്ത ക്ലാസ്സിൻ്റെ ഭാഗങ്ങളും ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയുടെ ലാസ്റ്റ് പഴയ ക്ലാസ്സും ഉണ്ട്. ഇത് ലേറ്റസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പൊതുജനാരോഗ്യം 10 മാർക്ക്, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഈ 2022 PSC ചോദിച്ച ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം കേട്ടോ. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? ഇപ്പം നമ്മളത് പഠിക്കും. അടുത്തത്, ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? അടുത്തത്, താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? അപ്പോൾ ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് ചെയ്യാം. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ 2025 ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്ലാസ് ആണ്. ആദ്യത്തെ ഫാക്ട് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ പൊതുവെ 60 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവരെയാണ് നമ്മൾ മുതിർന്ന പൗരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ. എത്ര വയസ്സാണ് മുതിർന്ന പൗരന്മാരെന്ന് പറയുമ്പോൾ? 60 വയസ്സ്. അടുത്തത് നോക്കാം. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 18 വയസ്സ്. ഏത് ആക്ട് പ്രകാരമാണ്? കോട്ട്പ, അതായത് സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട് 2003. എന്താണ് ആക്ടിൻ്റെ പേര്? കോട്ട്പ, COTPA. അപ്പോൾ ആ ആക്ട് പ്രകാരം ഇങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്കൂൾ പരിസരത്ത് വിൽക്കുന്ന കടക്കാരെയൊക്കെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യത്തില്ലേ? 18 വയസ്സിന് താഴെ പ്രായമായ കുട്ടികൾക്ക് ഇതൊന്നും വിറ്റുകൂടാ. അപ്പോൾ ഈ ആക്ട് പ്രകാരം വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. 18 വയസ്സിന് താഴെയുള്ള ആർക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. പിന്നെ വിദ്യാലയ സമീപത്ത് നിന്ന് 100 യാർഡ് ഏകദേശം 91 മീറ്റർ. അപ്പോൾ PSC ഓപ്ഷൻ്റെ അകത്ത് കറക്റ്റായിട്ട് 100 യാർഡ് എന്നുണ്ടായിരുന്നു, നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ 100 യാർഡ് ഏകദേശം 91 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കോട്ട്പ നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങളുടെ ഉത്തരം ഈ കാര്യത്തിൽ നിന്ന് തന്നെ പഠിച്ചു. അപ്പം നമുക്കൊന്ന് പോയി ചെയ്യാം. താഴെ പറയുന്നതിൽ എത്ര വയസ്സിന് മുകളിലുള്ളവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ B ആണ്, 60 വയസ്സ്. ഓപ്ഷൻ B 60 വയസ്സ്. അടുത്ത ചോദ്യം, കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത് ഒരു ദൂരപരിധി ഉണ്ടല്ലോ, അത് എത്രയാണ് നമ്മളിപ്പോൾ പഠിച്ചു? 100 യാർഡാണ്. 100 യാർഡ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് പഠിച്ചത്? ഓപ്ഷൻ D ആണ്, 18 വയസ്സ്. അപ്പോൾ 3 ചോദ്യം നമ്മൾ പഠിച്ചു. അടുത്തയിലേക്ക്, കേരള സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ആയിട്ടുള്ള വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? അടുത്തത് വിമുക്തിയിൽ നിന്ന് തന്നെ ചോദിച്ചതാണ്. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? വിമുക്തിയിൽ നിന്ന് 2 ചോദ്യം വന്നു. ഇനി അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏതു വർഷമാണ്? 3 ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വിമുക്തി പദ്ധതി. അതിൻ്റെ ബോർഡൊന്ന് വായിച്ചു നോക്കിയേ. വിമുക്തി കൗൺസിലിംഗ് സെന്റർ, എക്സൈസ് വകുപ്പ്. അപ്പോൾ ഇത് എക്സൈസ് വകുപ്പിന്റെ കീഴിലാണ് വിമുക്തി എന്ന് മനസ്സിലായി. പിന്നെ വിമുക്തി എന്ന് പറയുമ്പോൾ എന്തോ ലഹരിയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയാണെന്ന് കൂടെ മനസ്സിലായി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വിമുക്തി പദ്ധതി എന്ന് പറയുന്നത് കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ലഹരി വർജന മിഷനാണ്.
അപ്പൊ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ആരായിരിക്കും ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ്, എക്സൈസ് വകുപ്പിന്റെ കീഴിലാണ് വിമുക്തി. പിന്നെ നമ്മളോട് വർഷം ചോദിച്ചായിരുന്നു, എന്നാണ്, 2016 ഒക്ടോബർ 6 കേട്ടോ. 2016 ഒക്ടോബർ 6. 2016 മറന്നു പോവാതിരിക്കാനേ, വലിയ ഇതൊന്നും അല്ല, എന്നാലും ഓർക്കാം. പതുക്കെ ഇരുന്ന് ആറിയ വെള്ളം കുടിച്ചാൽ പോരെ ഈ കള്ളൊക്കെ വലിച്ച് കുടിക്കുന്ന സമയത്ത്. അപ്പോൾ പതുക്കെ ഇരുന്ന് ആറിയ വെള്ളം കുടിക്കുക. 2016 ആറിയ വെള്ളം, 2016. ഈ ആറിയ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഓപ്ഷൻ്റെ അകത്ത് ചിലപ്പോൾ 6 കൂട്ടിയൊക്കെ ഒരു ഓപ്ഷനേ കാണുള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ഇതൊരു ആറിയ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഓർക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. 2016 ആറിയ വെള്ളം കുടിച്ചാൽ പോരെ എന്നുള്ള രീതിയിൽ 2016 ഒക്ടോബർ 6. അപ്പം അന്നാണത് തുടങ്ങിയത്. അപ്പം അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? സച്ചിനായിരുന്നു. നമ്മുടെ അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. വിമുക്തി പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 14405. 14405. അതായത് മദ്യപാനി ആയിപ്പോയി, എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷെ എന്താ, മദ്യം കാണുമ്പോൾ ഒരു കൊതി വരുന്നു. ഇതിൽ നിന്നും മുക്തി നേടാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നെ ആരെങ്കിലും ഒന്ന് കൗൺസിൽ ചെയ്ത് നന്നാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ ചില കുടിയന്മാർക്ക് തോന്നുകയാണെങ്കിൽ ഏത് നമ്പറിൽ വിളിക്കണം? 14405 എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ കൗൺസിലിംഗ് കിട്ടും. അതിലൂടെ അവൻ നന്നാകുകയും കുടി നിർത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കൗൺസിലിംഗ് നമ്പർ എത്രയാ? 14405. 14405. അപ്പം അത് ക്ലിയർ ആയല്ലോ. വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ഗവേണിംഗ് ബോഡി ആണെങ്കിൽ ആരാണ്? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ. ഇനി ഗവേണിംഗ് ബോഡിയുടെ വൈസ് ചെയർമാൻ ആരാണ്? അപ്പം തൊട്ടടുത്ത ആള് ആ ഡിപ്പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആള് ആകുന്നതല്ലേ നല്ലത്. അതായത് എക്സൈസ് മന്ത്രി ആയിരിക്കും. അപ്പോൾ ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ ആ വകുപ്പിന്റെ മന്ത്രി, എക്സൈസ് മന്ത്രി. ഇത്ര സെറ്റാണല്ലോ. ഇനി അടുത്തത് വിമുക്തി മിഷന്റെ സംസ്ഥാനതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുമ്പോൾ എക്സൈസ് മന്ത്രിയാണ്. അപ്പോൾ എക്സൈസ് മന്ത്രി, എനിക്ക് 2 ഉണ്ടല്ലോ അല്ലേ, അങ്ങനെ ഓർത്താൽ എനിക്ക് 2 ഉണ്ട്, മുഖ്യമന്ത്രിക്ക് 1 ഉള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഓർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയല്ലോ. ഇനി പോയി ക്വസ്റ്റ്യൻ ചെയ്താലോ. പിന്നെ പറയാൻ മറന്നു, നമ്മളുടെ ഫ്രണ്ട്ലി PSCയുടെ ബുക്കാണ്. മലയാളമുള്ള ഏത് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിലബസ് അനുസരിച്ചാണ് ചെയ്തേക്കുന്നത്. മുൻകാല ചോദ്യങ്ങളും പുതിയ SCRTയും പഴയ SCRTയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിന് കോംബോ ഓഫർ ഉണ്ട്. വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ വഴി വാങ്ങിക്കുക. കേരള സംസ്ഥാന സർക്കാർ ലഹരി വിമർശന മിഷൻ ആയ വിമുക്തി രൂപീകരിച്ചത് എന്നാണ്? ആറിയ വെള്ളം കുടിച്ചാൽ മതി അല്ലേ, അവിടെ ഇരുന്ന് ആറിയ വെള്ളം കുടിക്കാം. 2016 ഒക്ടോബർ 6. 2016 ഒക്ടോബർ 6. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കിട്ടിയല്ലോ. അടുത്തത്, കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വിമർശന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ഗവേണിംഗ് ബോഡി ആരാ? മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻ എ മുഖ്യമന്ത്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എനിക്കിതിൽ നിന്ന് മുക്തി നേടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അത് എത്രയാണ്? വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായിട്ട് ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 14405. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 14405. ഇത്തരം കാര്യങ്ങൾ പെർഫെക്റ്റ് ആയല്ലോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ്റെ അകത്ത് ഈ ധ്വനി, ശ്രുതി മധുരം, കാതോരം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഈ സാധനമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ തൊട്ട് പുറകേലത്തെ ക്ലാസ്സിൽ വരുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റത്തെ ഒരു സെക്ഷനായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പഴയ പദ്ധതിയാണ്, നേരത്തെ PSC എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന പദ്ധതി ആയതുകൊണ്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഉത്തരം ഏതായിരിക്കണം? അമൃതം ആരോഗ്യമാണ്. അപ്പോൾ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട പദ്ധതി അമൃതം ആരോഗ്യം. ഈ ക്വസ്റ്റ്യൻ ഇനി ഒന്നുകൂടെ കാണിക്കത്തില്ല. അമൃതം ആരോഗ്യമാണ്. ഇനി നമുക്കത് പോയി പഠിക്കാം. അമൃതം ആരോഗ്യം പദ്ധതി എന്താണ് സംഭവം? അമൃതം ആരോഗ്യം എന്ന് പറയുന്നത് കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു ആരോഗ്യ പദ്ധതിയാണ്. അമൃതം ആരോഗ്യം പദ്ധതിയിൽ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി അമൃതം ആരോഗ്യം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പഠിപ്പിച്ചായിരുന്നു അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട അതായത് ഈ പദ്ധതിയുടെ കീഴിൽ വരുന്ന മെയിൻ ടെസ്റ്റ് ഒക്കെ ഏതൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ രോഗങ്ങളായിരിക്കും ഈ അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്നത്? പ്രമേഹം, ഷുഗർ അല്ലേ, പിന്നെ ഹൈപ്പർ ടെൻഷൻ, രക്താതിമർദ്ദം, പിന്നെ ഹൃദ്രോഗം, പക്ഷാഘാതം, ക്യാൻസറും ഒക്കെ വരും കേട്ടോ. ഇതൊക്കെ നമ്മൾ ജീവിതശൈലിയിൽ പഠിച്ചതാണ്. അപ്പൊ അമൃതം ആരോഗ്യം
ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടതാണ്. എങ്ങനെ ഓർക്കും? അമൃതയുടെ ജീവിതം നല്ല അടിപൊളിയാണ്, നല്ല ഫുഡും എക്സസൈസും ഒക്കെ ഉള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലയെന്ന് ഓർത്താലോ. അപ്പം അമൃതയ്ക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ല, നല്ല ആരോഗ്യം. അപ്പം അമൃതയ്ക്ക് നല്ല ആരോഗ്യമുണ്ട്, ജീവിതശൈലി രോഗമില്ല കേട്ടോ അമൃതേ. അപ്പോൾ നമുക്കിങ്ങനെ ഓർക്കാം. അടുത്ത ചോദ്യം നമ്മൾ SCERT 10ാം ക്ലാസ് പുതിയ ടെക്സ്റ്റിൽ ഞാൻ പഠിപ്പിച്ചതല്ലേ. അപ്പം എന്താണ് നമുക്ക് നോക്കാം. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര്. ആരെങ്കിലും മയക്കുമരുന്ന് കടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഹലോ ഞാനാ പോലീസല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു കൊടുക്കാൻ നമുക്കൊരു നമ്പറുണ്ട്. SCERT ടെക്സ്റ്റിൽ തന്നായിരുന്നല്ലോ. ആ പദ്ധതിയുടെ പേരെന്താ? യോദ്ധാവ്. ഓപ്ഷൻ ബി ആണ് യോദ്ധാവ്. പിന്നെ വിമുക്തി ഇത്തിരി മുമ്പ് നമ്മൾ പഠിച്ചേ ഉള്ളൂ. പിന്നെ കവചവും പോരാളിയും നിലവിലൊരു പദ്ധതിയായിട്ട് കണ്ടില്ല. അപ്പോൾ നമുക്ക് കവചം എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സെറ്റാണല്ലോ. യോദ്ധാവ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കവചം പഠിക്കാൻ പോവാം, പഠിച്ചിട്ട് വരാം. കണ്ടോ കവചം പദ്ധതി? ഇവിടെ എന്തൊക്കെയോ ഒരു സ്പീക്കർ പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നു അല്ലേ. അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ്. എന്തെങ്കിലും ഒരു ദുരന്തമൊക്കെ വരുമെങ്കിൽ സാധാരണക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കണമെങ്കിൽ സൈറൻ മുഴങ്ങും, മ്യാവും സൈറൻ മുഴങ്ങും. അപ്പോൾ അയ്യോ എന്തോ സംഭവം വരുന്നുണ്ട്, കൊടുങ്കാറ്റ് വരുന്നുണ്ട്, വലിയ മഴ വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയ പല സ്ഥലങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുള്ള ഒരു സൈറൻ സിസ്റ്റമാണ് കവചം എന്ന് പറയുന്നത് കേട്ടോ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ മുന്നറിയിപ്പ് സംവിധാനമാണെന്ത്? കവചം. അപ്പോൾ പദ്ധതിയാണ് കവചം പദ്ധതി. അതായത് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകാനാണ് കവചം എന്ന പദ്ധതിക്ക് കീഴിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സൈറനുകൾ സ്ഥാപിച്ച് അപ്പോൾ സൈറൻ മുഴങ്ങും, വാവൂന്ന് സൈറൻ മുഴങ്ങും, നിലവിളി ശബ്ദം വരും. അപ്പോൾ കവചം പദ്ധതി ക്ലിയർ ആയല്ലോ. കവചം എങ്ങനെ ഓർക്കും? കവചം എന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം അല്ലേ. സൈറൻ മുഴക്കി നമ്മളെ രക്ഷിക്കും എന്നുള്ള രീതിയിൽ ഓർക്കാം നമുക്ക് തൽക്കാലം കേട്ടോ. കവചം എടാ ഇങ്ങനെ ഓർത്തേ സൈറൻ ആണെന്ന് ഓക്കെ ആണല്ലോ. സൈറൻ മഴ നനയാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു കവചം വെച്ചിങ്ങനെ തടുത്ത് വെച്ചേക്കാന്ന് ഓർത്തേ. അപ്പോൾ കവചം വെച്ച് തടുത്ത് വെച്ചിരിക്കണം നമ്മുടെ സൈറൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ. ഇപ്പം കിട്ടുമല്ലോ കവചം. കണ്ടോ ഇവിടെ ഞാനൊരു കവചം വെച്ചിട്ടുണ്ട്, അവരൊരു കവചം വെച്ചിട്ടുണ്ട് മഴ നനയാതിരിക്കാൻ. അപ്പോൾ ഇതിനൊന്നും പറ്റത്തില്ല, അങ്ങനെ ഓർക്കാം കേട്ടോ. കവചം പദ്ധതി ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. പിന്നെ നമ്മൾ SCERT ടെക്സ്റ്റിൽ ഓൾറെഡി പറഞ്ഞു. നമ്മളിപ്പോൾ പറഞ്ഞ യോദ്ധാവ് പദ്ധതി ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്പരൊക്കെ എഴുതിയിട്ടുണ്ട്. യോദ്ധാവ് പദ്ധതി വഴി ഇതുവരെ കുറേ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 999 599 666 ചെകുത്താൻ്റെ നമ്പർ 666. അപ്പോൾ ആ നമ്പറാണ് ഏത്? ഈ വിളിച്ചു പറയാനുള്ള നമ്പർ കേട്ടോ. അപ്പോൾ യോദ്ധാവ് പദ്ധതി കേരള പോലീസ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് യോദ്ധാവ് പദ്ധതി. വിദ്യാർത്ഥികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയുക. അതായത് പിള്ളേരാരെങ്കിലും ഒക്കെ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ സംശയം വന്നാൽ നമുക്ക് വിളിച്ചു പറയാം. ലഹരി മാഫിയകളെ അമർച്ച ചെയ്യുക. പിന്നെ ഫേക്ക് ന്യൂസ് വിളിച്ചു പറയുന്നവർക്ക് പ്രത്യേക ഇടിവേറെ കിട്ടും, അത് മറക്കരുത്. പറ്റിക്കാൻ വേണ്ടിയൊന്നും ചെയ്യാൻ പാടില്ല, നമുക്ക് ഉറപ്പുണ്ടെങ്കിലേ പറയാൻ പാടുള്ളൂ. ലഹരി മാഫിയകളെ അമർച്ച ചെയ്യുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെയാണ് പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അടുത്തത് അവർക്കൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ കൂട്ടുകാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ആ പ്രദേശങ്ങളിലുള്ള ഇതൊക്കെ പിടിച്ച് നമുക്കത് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ മുൻ അധികം ആക്കമാണ് മുന്നാക്കം, പിൻ അധികം ആക്കം പിന്നാക്കം കേട്ടോ മലയാളം. അപ്പോൾ മുന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷകൾക്കും ഒക്കെ ആയിട്ട് കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ നോക്കിയേ. സ്നേഹസ്പർശം അത് വേറെയാണ്. വിദ്യാകിരണം വേറെയാണ്. സ്നേഹപൂർവ്വം അതും വേറെയാണ്. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിദ്യാ സമുന്നതി. അപ്പോൾ നമുക്ക് എന്താണ് വിദ്യാ സമുന്നതി എന്നും പഠിച്ച് ഈ 3 ഓപ്ഷനും പഠിച്ചിട്ട് തിരിച്ചു വരാം. നോക്കാം. വിദ്യാ സമുന്നതി പദ്ധതി കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ്. വിദ്യാ സമുന്നതി പദ്ധതി എന്നത് എന്താണെന്നറിയാമോ? മുന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ്. അപ്പോൾ അവർക്ക് ഹൈസ്കൂൾ മുതൽ ബിരുദാനന്തര ബിരുദം ഒക്കെ പഠിക്കാനുള്ള കുട്ടികൾക്ക് ഇതുവഴി സഹായം ലഭിക്കും. അപ്പോൾ കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ആ ബോർഡാണ് ഇതിൻ്റെ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഓപ്ഷൻ.
സ്നേഹപൂർവം പദ്ധതി. സ്നേഹപൂർവം പദ്ധതി സംഭവം എന്താണ്? മാതാപിതാക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോവുകയോ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കധികം കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ആരോഗ്യമൊന്നും സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും ഈ സ്കോളർഷിപ്പ് കിട്ടും. അതായത് ഈ പദ്ധതിയിൽ പ്രയോജനം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായമാണെന്ത്? സ്നേഹപൂർവം. ഇപ്പൊ എന്താണ് സംഭവം? കേരള സാമൂഹിക മിഷനാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് പിള്ളേരെ നോക്കാനുള്ള ഗതിയൊന്നും ഇല്ലെങ്കിൽ പ്രതിമാസം കുട്ടികൾക്കായിട്ട് നൽകുന്ന ഒരു പഠന സഹായം. അപ്പോൾ ഇതിന് കിട്ടുന്ന ധനസഹായം എന്ന് പറയുന്നത് കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് അനുസരിച്ച് വ്യത്യാസപ്പെടും. 1-ാം ക്ലാസ്സിൽ കിട്ടുന്നതായിരിക്കില്ല വലിയ ക്ലാസ്സുകളിൽ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിമാസ ധനസഹായം നൽകി കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ വിദ്യാഭ്യാസം തുടരാൻ ഈ ഒരു പദ്ധതി സഹായിക്കും. അപ്പോൾ ഇങ്ങനെ പൈസ കിട്ടുന്നത് കൊണ്ട് ബന്ധുക്കൾ പിള്ളേരെ ഏറ്റെടുക്കും. അപ്പോൾ കൂടെ നിർത്തി കാശ് ചിലവാക്കേണ്ടി വരുമ്പോഴാണല്ലോ ബന്ധുക്കൾക്ക് ഇഷ്ടക്കേട്. ഇത് പിള്ളേർക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, അപ്പോൾ അവൻ്റെ ചിലവ് അങ്ങനെ നടന്നു നോക്കണം. പിന്നെ ഒന്ന് നിർത്തിയാൽ മതിയല്ലോ, ഒരു കൂട്ടുമാകും. അപ്പോൾ അങ്ങനെ ബന്ധുക്കളൊക്കെ പിള്ളേരെ ഏറ്റെടുക്കും. അപ്പോൾ ഇങ്ങനെ അനാഥരാക്കപ്പെട്ടിട്ടുള്ള കുട്ടികളെ അനാഥാലയങ്ങളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ മാനസികമായിട്ട് തളർന്നു പോകും. ഇപ്പോൾ പൈസയുടെ ഇടപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് ബന്ധുക്കൾ കൂടെ നിർത്തിയവർക്ക് സ്കോളർഷിപ്പ് ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ കേസിൽ കുട്ടികളെ അനാഥാലയങ്ങളിൽ വിടുന്നതിന് പകരം ബന്ധുക്കളോടൊപ്പം നിർത്തി ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിർത്തി പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ ആർക്ക് പറ്റും? സ്നേഹപൂർവ്വം പദ്ധതിയിലൂടെ പറ്റും. അപ്പോൾ ബന്ധുക്കൾ എന്ത് ചെയ്യും? ബന്ധുക്കൾ സ്നേഹപൂർവ്വം പിള്ളേരെ നോക്കും. എങ്ങനെ നമ്മൾ ഓർക്കണം? ബന്ധുക്കൾ സ്നേഹപൂർവ്വം പിള്ളേരെ കൂടെ നിർത്തി പഠിപ്പിക്കും. എന്തുകൊണ്ട്? പിള്ളേർക്ക് സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ഓർത്തേ, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമ്മ അച്ഛനൊന്നും ഇല്ലാതെ മരിച്ചുപോയ ഇതുപോലെ പിള്ളേരുണ്ട്. അവർ നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. ബന്ധുക്കൾ അവനെ എങ്ങനെയാണ് നോക്കുന്നത്? സ്നേഹപൂർവ്വം നോക്കുന്നു. ഓക്കെ ആണല്ലേ? ബന്ധുക്കൾ അവനെ എങ്ങനെ നോക്കുന്നു? സ്നേഹപൂർവ്വം നോക്കുന്നു. പദ്ധതി പഠിച്ചോ? ഓക്കെ. അടുത്തത് നമ്മുടെ ഓപ്ഷനിൽ വന്ന പദ്ധതി എന്തായിരുന്നു? വിദ്യാകിരണം പദ്ധതിയാണ്. വിദ്യാകിരണം എന്ന് പറയുമ്പോൾ തന്നെ എന്താ? വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. സംഭവം എന്നാന്ന് വെച്ചാൽ ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? വിദ്യാകിരണം പദ്ധതി. അപ്പൊ വിദ്യാകിരണം പദ്ധതി നമുക്ക് എന്തെങ്കിലും കോഡിട്ട് ഓർത്ത് വയ്ക്കണം കേട്ടോ. നമുക്ക് ഒന്നുകൂടെ വായിക്കാം ഞാൻ. വിദ്യാകിരണം പദ്ധതി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന ഒരു വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ്. ആരാണ് ഇതിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്? സാമ്പത്തികമായിട്ട് പിന്നാക്കമാണ് കേട്ടോ, ഇവിടെ സാധനം വേണ്ട. സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്കുള്ള പഠനം. ഇപ്പൊ ഭിന്നശേഷിക്കാരായ ചില മാതാപിതാക്കൾക്ക് നല്ല കഠിന ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പം മക്കൾക്ക് പഠിക്കണ്ടേ? മക്കൾക്ക് പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം? വിദ്യാകിരണം പദ്ധതിയിലൂടെ പറ്റും. അപ്പോൾ വിദ്യാകിരണം പദ്ധതി ഇങ്ങനെ ഓർക്കാം. വിദ്യ എന്ന് പറയുന്ന ഒരു ചേച്ചി, നമ്മുടെ വീടിൻ്റെ അടുത്ത് വിദ്യ എന്ന് പറയുന്ന ചേച്ചിയുണ്ട്. ചേച്ചിക്ക് ഭിന്നശേഷിയാണ് ചേച്ചി. അപ്പോൾ ഭിന്നശേഷിക്കാരിയായിട്ടുള്ള വിദ്യാ ചേച്ചിയുടെ മോക്ക് പഠിക്കാനായിട്ട് കിട്ടുന്ന ധനസഹായം എന്ത് പദ്ധതി? വിദ്യാകിരണം പദ്ധതി കേട്ടോ. അപ്പോൾ വിദ്യാകിരണം, വിദ്യ ചേച്ചി ഭിന്നശേഷിയാണ്, അപ്പം മോക്ക് പഠിക്കാനുള്ള പൈസ ഇത്രയല്ലോ. അങ്ങനെ ഓർക്കണം. ഇപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ഓർക്ക്, ഇപ്പം മറന്നു പോവില്ല. അടുത്തത് അപ്പം നമ്മൾ സ്നേഹപൂർവം, വിദ്യാകിരണം, വിദ്യാസമുന്നതി 3 പഠിച്ചു. ഒരെണ്ണം മിച്ചയില്ലേ? അത് ഇത് പഠിക്കാം. അതാണ് ഇത്. സ്നേഹസ്പർശം പദ്ധതി. എന്താ? സ്നേഹത്തോടെയുള്ളൊരു സ്പർശം അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് ഓർക്കാം. അതായത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണിത്. സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂഷണത്തിനിരയായിട്ടുള്ള അവിവാഹിതരായ അമ്മമാർ, അതായത് എന്തെങ്കിലും പീഡനോ റേപ്പ് കേസ് അങ്ങനെയുള്ള കേസ് വഴി പീഡിപ്പിക്കപ്പെട്ട് അവിവാഹിതരായ അമ്മമാരായി പോകുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയായിട്ടുള്ള ഇരകളായിട്ടുള്ള അവിവാഹിത അമ്മമാർ, അത് BPL വിഭാഗത്തിലായിരിക്കണം. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് സ്നേഹസ്പർശം. അപ്പോൾ അവർക്ക് അങ്ങനെ ലൈഫിലൊരു ട്രാജഡി വന്നതുകൊണ്ട് അവർ മൊത്തത്തിൽ മുഖ്യധാരയിൽ നിന്ന് പോയി എല്ലാവരും അവഗണിക്കപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ കഴിവുള്ളവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ധനസഹായമൊക്കെ കൊടുത്ത് അവരെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. നാണക്കേട് കൊണ്ടൊക്കെ ഉൾവലിഞ്ഞു പോയവരൊക്കെ ആയിരിക്കും. അപ്പോൾ സ്നേഹസ്പർശം ചതിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർക്കാം. അവിവാഹിതരായ അമ്മമാർ സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാർക്ക് സ്നേഹസ്പർശം ഓർക്കണം കേട്ടോ. സ്നേഹസ്പർശം അത് ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ
നൽകുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന അവർ തീരുമാനിച്ച പദ്ധതിയാണ് ഡാഷ്. പ്രചോദനം, മന്ദഹാസം, പ്രതിഭ, പരിണയം. ഇത് വായിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ മന്ദഹാസം, ചിരിയുമായിട്ട് പല്ലുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് എന്നൊരു തോന്നൽ വരും. പ്രതിഭ എന്തോ കഴിവ് വികസിപ്പിക്കുന്ന എന്തോ സംഭവമാണ്. പരിണയം എന്തോ കല്യാണമാണ്. അപ്പോൾ കൺഫ്യൂഷൻ വരുന്നത് പ്രചോദനവും പ്രതിഭയുമായിട്ടാണ്. അപ്പോൾ വയ്യാത്ത കുട്ടികളാകുമ്പോൾ നമ്മളൊന്ന് തള്ളിക്കൊടുക്കണ്ടേ? അപ്പോൾ ഏതായിരിക്കും? പ്രചോദനമാവാനാണ് ചാൻസ് അല്ലേ? ഉത്തരം അത് തന്നെയാണ്. അപ്പം നമുക്ക് ഓപ്ഷൻ എ പ്രചോദന ഉത്തരം. അപ്പം നമുക്ക് എയും ബിയും സിയും ഡിയും പഠിച്ചിട്ട് തിരിച്ചു വരാം കേട്ടോ. നമുക്ക് ആദ്യം പ്രചോദനം തന്നെ പഠിക്കാം. അടുത്ത നമ്മൾ പ്രചോദനം പദ്ധതിയാണ്. എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ പടത്തിൽ ആ പയ്യനെ കാണുമ്പോൾ അവനെന്തോ ഒരു ഡിഫക്റ്റ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവനെന്തോ പഠിപ്പിച്ചെടുക്കുകയാണ്. അതായത് എന്താണ് പ്രചോദനം പദ്ധതി? ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം ഇവ നൽകുന്നതിനായിട്ട് കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം. ഇപ്പം ഇങ്ങനെ വയ്യാത്ത കുട്ടികളെയൊക്കെ ഒരു 18 വയസ്സ് വരെയൊക്കെ എല്ലാവർക്കും കുഞ്ഞാണോ ഓമനത്തൊക്കെ തോന്നും. പക്ഷെ അവർ വലുതായി കഴിയുമ്പോഴോ കുറേ പേരൊക്കെ ഒരു ബാധ്യത ഫീൽ തോന്നും അല്ലേ, ജോലിക്കൊന്നും പോകാതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ബുദ്ധി വൈകല്യം ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ഇപ്പോൾ ചിലർ നന്നായിട്ട് നീന്തും, പടം വരയ്ക്കും, പാട്ട് പാടും, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അവനൊരു പ്രത്യേക കഴിവുണ്ടാവും. അപ്പം അത് കണ്ടെത്തി വികസിപ്പിച്ചാൽ അപ്പം പിന്നെ അവൻ്റെ കാര്യം നോക്കിക്കോളും. ആ ഒരു കഴിവ് വെച്ചിട്ട് അവന് ജീവിക്കാൻ പറ്റും. അപ്പം അങ്ങനെ അത് കണ്ടെത്തി അവൻ ഏതിലാണോ മിടുക്കനായിട്ടുള്ളത് അല്ലെങ്കിൽ മിടുക്കിയായിട്ടുള്ളതെന്ന് കണ്ടെത്തി അതിന് പരിശീലനം കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത്? പ്രചോദനം. അപ്പോൾ ഇങ്ങനെ ബുദ്ധിവൈകല്യമുള്ള കുട്ടികളെ അവരുടെ കഴിവ് കണ്ടെത്തി ആ കണ്ടെത്തിയ കഴിവ് ഡെവലപ്പാക്കാൻ അല്ലെങ്കിൽ ഒരു തൊഴിലാണെങ്കിൽ അത് പഠിപ്പിക്കാനായിട്ട് പ്രചോദനം. അപ്പോൾ അവരെ പ്രചോദിപ്പിക്കണം. ചെയ്യുന്ന പ്രചോദിപ്പിച്ച് ചെയ്യുന്ന പദ്ധതി എന്നുള്ള രീതിയിൽ പ്രചോദനം പദ്ധതി ബുദ്ധിവൈകല്യമുള്ള 18 വയസ്സിന് മേളിലുള്ള അവർക്കായിട്ടുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് പിന്നെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് പ്രതിഭാ പദ്ധതിയാണ്. 2 പ്രതിഭാ പദ്ധതികളുണ്ട്. ഒന്ന് സാമൂഹ്യ നീതിയുടെയും ഒന്ന് ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെയും. അപ്പം നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ പ്രതിഭാ പദ്ധതി 2 ഉണ്ട്. ഒന്ന് ട്രാൻസ്ജെൻഡേഴ്സിനും അടുത്തത് ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും വേണ്ടി. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളത് മിക്കവാറും സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആയിരിക്കും. അത് തന്നെയാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതി. അതെന്താണ് സംഭവം? കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ ക്ഷേമം, ഉന്നമനം അതൊക്കെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ധനസഹായ പദ്ധതി. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പ്രതിഭാ സ്കോളർഷിപ്പ്, അതായത് ശാസ്ത്ര കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് ശാസ്ത്ര പഠനത്തിൽ താല്പര്യമുള്ള മിടുക്കരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണിത്. അപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവരെ പ്രതിഭയാക്കാനും പിന്നെ ഓൾറെഡി ശാസ്ത്രത്തിൽ പ്രതിഭയായിട്ടുള്ള കുട്ടികളെ ഒന്നും കൂടെ പ്രതിഭയാക്കാനും. അപ്പോൾ പ്രതിഭയുടെ 2 പദ്ധതി. അപ്പോൾ ഇങ്ങനെ ഓർത്തേ, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ലേഡിയുടെ പേര് പ്രതിഭയാണ്. പുള്ളിക്കാരുടെ ഫ്രണ്ട് നോർമലായിട്ട് ഉള്ളൊരു സാധാരണ ഒരു വ്യക്തി, പുള്ളിക്കാരി ശാസ്ത്രത്തിൽ പ്രതിഭയാണ്. ഇപ്പം ഇവർ ഫ്രണ്ട്സ് ആയതുകൊണ്ട് 2 പേർക്കും പ്രതിഭ എന്നുള്ള പദ്ധതിയാണെന്ന് ഓർക്കാം. ഒരാൾ ട്രാൻസ്ജെൻഡർ, ഒരാൾ ശാസ്ത്രത്തിൽ മികവായിട്ടുള്ള ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പുരുഷൻ ആരെങ്കിലും ആകാം. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ പ്രതിഭാ പദ്ധതി 2 പേർക്കും ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത ഓപ്ഷൻ കണ്ടപ്പോൾ ഞാൻ പരിണയമാകുമ്പോൾ എന്തോ കല്യാണമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അല്ലേ? അത് തന്നെയാണ് പരിണയം പദ്ധതി. അതായത് ഭിന്നശേഷിക്കാരായ രക്ഷിതാക്കളുടെ പെൺമക്കൾക്കും ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കും വിവാഹ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ ഗുണഭോക്താക്കൾക്ക് ഒറ്റത്തവണ ധനസഹായം കിട്ടും. 30,000 രൂപ. കല്യാണം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് സുനീതി പോർട്ടൽ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുവഴിയാണ്. ഞാനിപ്പോൾ ഒന്ന് വായിക്കാൻ പോവാണ് കേട്ടോ. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും അവരെ കല്യാണം കഴിച്ച് വിടാൻ അവർക്കായിട്ട് വിവാഹത്തിന് നൽകുന്ന ധനസഹായ പദ്ധതിയാണ്. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ്. എമൗണ്ട് എന്ന് പറഞ്ഞത് നിലവിൽ 30,000 രൂപയാണ്. ഒറ്റത്തവണയായിട്ടാണ് ഈ ധനസഹായം കിട്ടുന്നത്. ഒറ്റത്തവണയായിട്ട് കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ, കല്യാണം നടത്താനുള്ളതല്ലേ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പോർട്ടലായ സുനീതി. അപ്പോൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പോർട്ടലിൻ്റെ പേരെന്താ? സുനീതി. ഓക്കെ, അതിൽ തന്നെ ഒരു നീതി ഉണ്ടല്ലോ, സുനീതി, നല്ല നീതി, സുനീതി. അപ്പോൾ ഇത് കിട്ടിക്കാണുമല്ലോ. അപ്പോൾ പരിണയം പദ്ധതി ഭിന്നശേഷിക്കാരായിട്ടുള്ള. അപ്പോൾ നമ്മൾ നേരത്തെ ഭിന്നശേഷിയായിട്ടുള്ള വിദ്യ ചേച്ചിയുടെ മോളെ പഠിപ്പിക്കാനായിട്ടുള്ള
സഹായ പദ്ധതി വിദ്യാകിരണം പഠിച്ചല്ലോ. അപ്പോൾ ചേച്ചിയുടെ മോള് പഠിച്ച് നല്ല മിടുക്കിയായി ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ്, ജോലി കിട്ടിക്കഴിഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ, എന്നാലും ഓർക്കാം. അപ്പോൾ അങ്ങനെ പഠിച്ച് നല്ല മിടുക്കിയായി കഴിഞ്ഞ് കല്യാണത്തിൻ്റെ സമയത്ത് ഒരെണ്ണം കൂടെ കിട്ടും. ഏത് കിട്ടും? കല്യാണം നടത്താൻ, പരിണയം കേട്ടോ. അപ്പോൾ ഏത് പദ്ധതി വഴി പൈസ കിട്ടും? പരിണയം പദ്ധതി. അപ്പോൾ ആ വിദ്യ ചേച്ചീനെ വെച്ചിട്ട് 2 എണ്ണം ഓർക്കാം. വിദ്യയും പിന്നെ കല്യാണം നടത്താൻ പരിണയം. അവരുടെ വീട്ടിൽ തന്നെ 2 പ്രൊജക്റ്റ് കേട്ടോ, 2 പദ്ധതി പഠിച്ചില്ലേ. അടുത്തത് ഒരെണ്ണം മിസ്സായല്ലേ, മന്ദഹാസം പഠിച്ചില്ല. മന്ദഹാസം പഠിക്കാം. മന്ദഹാസം പദ്ധതി കണ്ടോ, ചിരി കണ്ടോ. അപ്പം എന്താണ്? അപ്പൂപ്പൻ്റെ സെറ്റ് വല്ല കിട്ടുന്ന പദ്ധതിയാണ്. നോക്കാം. മന്ദഹാസം പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ മന്ദഹസിക്കുക, പുഞ്ചിരിക്കുക. മന്ദഹാസം എന്നത് കേരള സർക്കാരിൻ്റെ ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സിന് മുകളിൽ, 60 വയസ്സിന് മുകളിലുള്ളവരാണല്ലോ മുതിർന്ന പൗരന്മാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് കൃത്രിമ ദന്ത നിര കൊടുക്കും, സെറ്റ് വല്ലതും കൊടുക്കും. ഇപ്പോൾ ചിലർക്ക് ഈ അപ്പൂപ്പനൊക്കെ കുറച്ച് വല്ലതും ഉണ്ടല്ലേ, ബാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് പാർട്ടായി പോയിട്ടുള്ളെങ്കിൽ, ഭാഗികമായിട്ടൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളെങ്കിൽ ബാക്കി ശരിയാക്കി കൊടുക്കും. അപ്പോൾ ആ ഒരു പദ്ധതിയാണ് എന്ത്? മന്ദഹാസം. അപ്പോൾ നന്നായിട്ട് മന്ദഹസിക്കാൻ പറ്റും. ഇത്ര ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഓപ്ഷനിൽ വന്ന എല്ലാ പദ്ധതിയും നമ്മൾ നല്ല കലക്കനായിട്ട് പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഡാഷ്. ഉത്തരം ഞാൻ പറഞ്ഞേക്കാം, ആർദ്രം പദ്ധതിയാണ്. ബാക്കി ഓപ്ഷൻ നോക്കിയേ, സാന്ത്വനം, ആശ്വാസകിരണം, താലോലം. ഇവിടെ നിൽക്കട്ടെ, ഇത് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റിനും കൂടെ നോക്കാം. നോക്കൂ, ആർദ്രം മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഇതാണ് സർക്കാർ ആശുപത്രികളെ കൂടുതൽ ജനസൗഹൃദമാക്കുക. അതല്ലേ കുറച്ച് മുമ്പ് വായിച്ചത്. അപ്പോൾ റെപ്പറ്റീഷനാണ്. അടുത്തത് ഒരെണ്ണം കൂടെ ഉണ്ട്. നോക്കൂ, ഐക്യരാഷ്ട്രസഭയുടെ UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 2030, 17 എണ്ണമാണുള്ളത്. ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കായിട്ടുള്ള ചില മേഖലകളിൽ അച്ചീവ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ 17 മേഖലകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഏത് ദൗത്യം? നമ്മളിപ്പോൾ പറഞ്ഞ ദൗത്യം തന്നെയാണ് ആർദ്രം കേട്ടോ. അപ്പോൾ നമുക്ക് ആർദ്രത്തിന് ഇത്രയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥിതിക്ക് നമുക്കത് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വരാം. ആർദ്രം പദ്ധതി എന്താണ് സംഭവം? കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ 2017 ആരംഭിച്ച ഒരു ആരോഗ്യ പദ്ധതിയാണ്. അപ്പോൾ ഈ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക. അപ്പോൾ പേഷ്യൻ്റ് ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ ജനസൗഹൃദമാക്കുകയാണ് പ്രധാന ലക്ഷ്യം. അത് PSC ചോദിച്ചു. ഇനി അടുത്തത് എന്താണ് ചോദിച്ചത്? അപ്പോൾ ഇതിനായിട്ട് രോഗി സൗഹൃദവും ഉയർന്ന നിലവാരവുമുള്ള സമഗ്ര ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ മിഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പിന്നെ കേരള സർക്കാർ ആരംഭിച്ച നവകേരള മിഷൻ പദ്ധതിയുടെ കീഴിലാണിപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. നവകേരള മിഷന്റെ കീഴിലാണ് ഈ പദ്ധതി. പിന്നെ PYQ 2025 ചോദിച്ച PYQ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2030 അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായും പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഏത് പദ്ധതി ആരംഭിച്ചത്? ആർദ്രം മിഷൻ ആരംഭിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ പഠിച്ചു, PYQ എല്ലാം പഠിച്ചു ആർദ്രവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഹോസ്പിറ്റൽ പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആക്കുക, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്, ആരോഗ്യ മേഖല അച്ചീവ് ചെയ്യിക്കാനായിട്ട് ആർദ്രം പദ്ധതി. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഓപ്ഷനിൽ വന്ന ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ ആരോഗ്യ കേരളം ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് ആരോഗ്യ കേരളം പദ്ധതി. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും, പ്രധാനമായിട്ട് എവിടുത്തെ ആരോഗ്യം? ഗ്രാമീണ ആരോഗ്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായിട്ട് ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ 2007 തുടങ്ങിയ ആരോഗ്യ പദ്ധതിയാണ് ആരോഗ്യ കേരളം. അപ്പോൾ പ്രധാനമായിട്ട് ഇങ്ങനെ ഓർത്തേ, ആരോഗ്യ കേരളം പദ്ധതിയിൽ ഗ്രാമത്തിലുള്ളവരുടെ ആരോഗ്യം റെഡിയാക്കുക, അങ്ങനെ ഓർക്കുക. ആരോഗ്യ കേരളം, കേരളത്തിൽ ആരോഗ്യം കൂടുതൽ ആർക്കാ? ഗ്രാമത്തിലുള്ളവർക്കാണെന്ന് ഓർത്താലോ. അപ്പോൾ ആരോഗ്യ കേരളം പദ്ധതി അത് മെയിനായിട്ടും ആർക്ക് വേണ്ടിയിട്ട്? ഗ്രാമത്തിലുള്ളവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഓർക്കാമല്ലോ. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ആശ്വാസകിരണവും സാന്ത്വനവും താലോലവും പഠിച്ചിട്ട് വരാം.
ഈ ആശ്വാസ കിരണമൊക്കെ പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആലോചിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ അവസാനം ഒരു ആവിയലായി പോകും. നോക്കിയേ, ആശ്വാസ കിരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ആരെ ഉദ്ദേശിച്ചാണെന്നറിയാമോ? ഈ കിടപ്പ് രോഗികളെ നോക്കുന്ന പരിചരണക്കാരില്ലേ, ബൈസ്റ്റാൻഡേഴ്സ്, അവർക്കുള്ള ധനസഹായം. കാരണം അവർ ജോലിക്ക് പോലും പോകാതെ ഒരു രക്ഷയില്ലാതെ ഇവരെ പരിചരിച്ചുകൊണ്ടിരിക്കുക. ഈ രോഗിയിൽ നിന്നുള്ള ഉപദ്രവം നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ മടുത്താകെ ഒരു അവശതയിലായിരിക്കും. അപ്പോൾ അവർക്കുള്ളൊരു ആശ്വാസ കിരണം. അപ്പോൾ ആശ്വാസ കിരണം പദ്ധതി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ആശ്വാസ കിരണം പദ്ധതി ശാരീരികവും മാനസികവുമായിട്ട് വെല്ലുവിളി നേരിടുന്ന കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള സാമ്പത്തിക ധനസഹായ പദ്ധതിയാണ്. കിടപ്പ് രോഗികളെ വീട്ടിൽ പരിചരിക്കുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആശ്വാസ കിരണം, നമ്മൾ ഒരു കിടപ്പ് രോഗിയെ കാണാൻ പോയി, അപ്പോൾ അവരെ പരിചരിക്കുന്നവരോട് സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് നമ്മളവരെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് നല്ലത് വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അവരുടെ മേത്തേക്ക് കിരണം പോകുന്നു കേട്ടോ. അങ്ങനെ ഓർക്കാം, ആശ്വസിപ്പിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ, ഇത്രയും വലിയ രോഗിയെ നിങ്ങൾ പരിചരിക്കുന്നതിൽ നിങ്ങൾക്ക് നല്ലത് വരും എന്ന് പറഞ്ഞ് നമ്മൾ ആശംസിക്കുമ്പോൾ അതേ പോകുന്നു കിരണം, ആശ്വാസത്തിൻ്റെ കിരണം പോകുന്നു. ഓർക്കണേ, നമ്മളൊരു കിടപ്പ് രോഗിയെ കാണാൻ പോകുന്നു, അവിടെ ബൈസ്റ്റാൻഡറിനെ നമ്മൾ ആശ്വസിപ്പിക്കുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് കിരണം പോകുന്നു. ആശ്വസിപ്പിച്ചുള്ള കിരണം ആശ്വാസ കിരണം. ഇനി അടുത്തത് സാന്ത്വനം പദ്ധതി. സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള, അതും നമുക്ക് കോഡ് വെച്ച് ഓർക്കാം കേട്ടോ. സാന്ത്വനം പദ്ധതി അതായത് കേരള സർക്കാരിൻ്റെ പ്രവാസി പുനരധിവാസ പദ്ധതിയായ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സഹായ പദ്ധതിയാണ് സാന്ത്വനം. ആർക്ക് കിട്ടും? പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ സാമ്പത്തികമായിട്ട് പിന്നാക്കമാണ് കേട്ടോ. പിന്നാക്കം നിൽക്കുന്ന പ്രവാസികൾക്കും അവരുടെ ആശ്രിതർക്കും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക ധനസഹായം കിട്ടും. ഇത് ഇന്നലെ ലൈവിൽ ഇന്നലെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സാണ് മെയിൻ ക്ലാസ്, ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഈ സാന്ത്വനം പദ്ധതി ഓർത്തിരിക്കാൻ നമ്മൾ ഇന്നലെ ഒരു കഥ പറഞ്ഞു. അതായത് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ഫിലിം ഉണ്ടല്ലോ, പത്തേമാരി ഫിലിം. അദ്ദേഹം അവിടെ പോയി കഷ്ടപ്പെട്ട് വീട്ടുകാർക്ക് വേണ്ടിയിട്ടെല്ലാം നല്ല കാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് അധ്വാനിച്ച് വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ബന്ധുക്കളും വീട്ടുകാരും അത് പുട്ടടിച്ചു. പുള്ളി തിരിച്ചു വരുമ്പോൾ ഇവിടെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഒന്നും ആവാൻ പറ്റാതെ ഇവിടെ വന്നിട്ടുള്ള പ്രവാസികൾക്കായിട്ടുള്ള പദ്ധതിയാണ് എന്ത്? സാന്ത്വനം പദ്ധതി. അപ്പോൾ നമ്മുടെ മമ്മൂട്ടി വരുന്നു, മമ്മൂട്ടിയെ നമ്മൾ പോയി സാന്ത്വനിപ്പിക്കുന്നു എന്ന് ഓർത്താൽ മതി. പത്തേമാരിയിലെ മമ്മൂട്ടിയെ നമ്മൾ സാന്ത്വനിപ്പിക്കുന്നു, സാന്ത്വനം പദ്ധതി, എന്നിട്ട് നമ്മൾ ധനസഹായം കൊടുക്കുന്നു. ഓർക്കാമല്ലോ. അപ്പോൾ സാന്ത്വനം പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ മമ്മൂട്ടി, പത്തേമാരി, ഞാൻ പറഞ്ഞ കഥ ഓർക്കുക കേട്ടോ. അപ്പോൾ അത്രയും കിട്ടിയല്ലോ. അടുത്ത ഓപ്ഷനിൽ നമ്മൾ പഠിച്ച താലോലം പദ്ധതിയാണല്ലോ. താലോലം എന്ന് കേൾക്കുമ്പോൾ തന്നെ പിള്ളേരുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഓമനിക്കുന്നതാണ്. അതായത് 18 വയസ്സിൽ താഴെയുള്ള ചില കുട്ടികൾക്ക് മാരക അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ചികിത്സാ ധനസഹായ പദ്ധതിയാണ് താലോലം പദ്ധതി കേട്ടോ. 18 വയസ്സിന് താഴെയുള്ളവർ താലോലം. കേരള സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ഒരു സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിവിധ രോഗങ്ങൾക്കും, വലിയ വലിയ രോഗങ്ങളാണ് കേട്ടോ, ഹീമോഫീലിയ, സെറിബ്രൽ പൾസി, ഹൃദയ സംബന്ധമായ അസുഖം, വൃക്ക രോഗം, പിന്നെ മറ്റ് ഗുരുതര രോഗങ്ങൾ, ഇതിനൊക്കെ എന്താണ്? സൗജന്യ ചികിത്സ എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. അപ്പോൾ ഈ അസുഖം കൊണ്ട് പിള്ളേർക്ക് ലൈഫ് പോലും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്താ, താലോലിപ്പിച്ചുകൊണ്ട് നമ്മൾ പൈസ കൊടുക്കും ചികിത്സാ ധനസഹായത്തിന്. കിട്ടിക്കാണുമല്ലോ. ഇത്തരം പദ്ധതികളെല്ലാം ഓക്കെയാണേ. താലോലം വരെ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ഏതൊക്കെയാണ്? അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയതായതുകൊണ്ട് നമ്മൾ ഇതെല്ലാം പഠിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. ആദ്യത്തെ പദ്ധതി അഭയകിരണം. അഭയകിരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് എന്തോ അഭയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ അഭയം കൊടുക്കണമെങ്കിൽ കുറച്ച് പ്രായമുള്ള സ്ത്രീകൾക്കായിരിക്കുമല്ലോ കൊടുക്കണ്ടേ. നമുക്ക് നോക്കാം എന്താണ് പദ്ധതി. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അഭയകിരണം. നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുക എന്നാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വിധവകൾക്ക്. പിന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കണം കേട്ടോ. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള, സ്വന്തമായി വീടോ മറ്റു വരുമാനമോ ഇല്ലാത്ത വിധവകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ 50 വയസ്സിന് മേലുള്ള വിധവകൾ ഇപ്പം ആരും ഉണ്ടാവത്തില്ലല്ലോ. 50 വയസ്സിന് മുകളിലുള്ള വിധവകൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അഭയം കൊടുക്കുന്നത്. അഭയകിരണം പദ്ധതി. കിട്ടിക്കാണുമല്ലോ. അടുത്തത് നമുക്കിത് കണക്ട് ചെയ്ത് ആലോചിക്കാം. അപ്പം 50 വയസ്സിന് മുകളിലുള്ള വിധവ, പുള്ളിക്കാരിക്ക് ഒരു മോളോ ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. വിചാരിക്കേ അടുത്ത പദ്ധതിയിലേക്ക് ആകുമ്പോൾ അത് സെറ്റാവും. അവർക്ക് അടുത്ത പദ്ധതിയാണ് പടവുകൾ പദ്ധതി. എന്താണ് സംഭവം?
പടവുകൾ എന്നത് വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി ധനസഹായം നൽകുന്ന ഒരു കേരള സർക്കാർ പദ്ധതിയാണ്. അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ അവർക്ക് പഠിക്കാൻ, അവർക്ക് ട്യൂഷൻ ഫീസ്, അവർക്ക് ഹോസ്റ്റൽ ഫീസ്, ഇതിനൊക്കെ ധനസഹായം ലഭിക്കും. പിന്നെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കുറവായിരിക്കണം, മിക്കവാറും അവർക്ക് ആയിരിക്കും. അപ്പോൾ ആ പദ്ധതിയാണ് പടവുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ വിധവകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ കേസിൽ 1 ലക്ഷം രൂപ കവിയാൻ പാടില്ല എന്നുണ്ട് കേട്ടോ. വിധവകളുടെ മക്കൾ കുറച്ചുകൂടെ വലുതായി പഠിക്കാറൊക്കെ ആവണമല്ലോ. അപ്പോൾ നമ്മൾ ആ 1 ലക്ഷം കുറച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെത്രയാ? 3 ലക്ഷം. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, നമ്മൾ നേരത്തെ വിധവകൾക്ക് ധനസഹായം കൊടുത്തു, 50 വയസ്സിന് മേളിലുള്ള അഭയം കൊടുത്തു, അഭയകിരണം കൊടുത്തു. അടുത്തത് അവരുടെ മക്കൾക്ക് പഠിക്കാനായിട്ട് അവരുടെ വീടിൻ്റെ മുന്നിലായിട്ട് നമ്മളിങ്ങനെ പടവുകൾ കെട്ടിക്കൊടുക്കുക. പടവുകൾ കെട്ടിക്കൊടുത്തിട്ട് നിങ്ങൾ പടവിൽ കയറി അങ്ങ് പഠിച്ചു പോകാനായിട്ട് നമ്മളൊരു ബേസ്മെൻറ്റ് പടവുകൾ കെട്ടിക്കൊടുക്കുക എന്നുള്ള രീതിയിൽ പടവുകൾ കെട്ടിയത് എവിടാ? വിധവകളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആണെന്ന് ഓർക്കണം. അപ്പോൾ അഭയകിരണം പദ്ധതിയും പടവുകളും റിലേറ്റ് ചെയ്തിട്ട് ആലോചിക്കുക. ഓർക്കാമല്ലോ? എന്നിട്ട് ആ പടവിൽ കൂടെ അവരുടെ മക്കൾ പഠിക്കാൻ കയറി പോകുന്നു. ഓർക്കാമല്ലോ? അടുത്തത് പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ തന്നെ ഉണ്ടായിരുന്നതാണ് സ്നേഹസ്പർശം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവിവാഹിതരായ അമ്മമാർ, അവരുടെ കേസ് നമ്മൾ സ്നേഹസ്പർശം പറഞ്ഞു. ഇനി അടുത്തതാണ് ആ ഓപ്ഷൻ്റെ അതുണ്ടായിരുന്നത് തന്നെയാണ് ആശ്വാസ നിധി പദ്ധതി. അതെന്താണെന്ന് അറിയാമോ? അതായത് അതിക്രമങ്ങൾക്കിരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ആശ്വാസ നിധി പദ്ധതി. ആശ്വാസ കിരണവും ആശ്വാസ നിധിയും കൂടെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഞാനത് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ലൈംഗിക അതിക്രമങ്ങൾ, ആസിഡ് ആക്രമണം, ഗാർഹിക പീഡനം, മറ്റ് കഠിനമായ ലിംഗവിവേചനം, അതിക്രമങ്ങൾ, ഇതൊക്കെ അതിജീവിച്ച് വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് ഇത് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ലേഡിക്ക് ആസിഡ് അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ ആസിഡ് അറ്റാക്ക് ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകണം. അപ്പം അതിനൊരു ധനസഹായം വേണ്ടേ അല്ലേ? ഫർദർ അതിനൊക്കെ ആസിഡ് അക്രമമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ എന്തായാലും ധനസഹായം വേണം. അപ്പോൾ ആസിഡ് അറ്റാക്ക് ഉണ്ടായിരിക്കുന്ന ആൾക്ക് ധനസഹായം, ആശ്വാസവും കൊടുക്കും. ഇന്നാ ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള നിധിയും ഇന്നാ. അപ്പം ആശ്വാസ നിധി. നമ്മൾ നേരത്തെ ആശ്വാസ കിരണത്തിൽ പഠിച്ചത് എന്താ? കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരട്ടെ ആശ്വസിപ്പിച്ചിട്ട് നമ്മൾ കിരണമാണ് കൊടുത്തത്. ഈ ആസിഡ് അറ്റാക്കും കൊണ്ട് നിൽക്കുന്ന ആൾ ആശ്വസിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, പൈസയും കൂടെ കൊടുക്കണം. അപ്പോൾ അയാൾക്കോ ആശ്വസിപ്പിക്കുന്നതിനോടൊപ്പം നമ്മൾ ഇന്നാ പിടിച്ചോ നിധി. അപ്പോൾ ആശ്വാസ നിധി ആർക്കാണ് കൊടുത്തതെന്ന് മനസ്സിലായല്ലോ? ആക്രമിക്കപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് നമ്മൾ നിധി കൊടുത്തു, മറ്റവർക്ക് കിരണം കൊടുത്തു. മാറിപ്പോവരുത് കേട്ടോ. അപ്പോൾ ആശ്വാസ സിനിമ ഉണ്ടല്ലോ ആസിഡ് അറ്റാക്ക്, പാർവതി തിരുവോത്ത് ആസിഡ് അറ്റാക്ക്, ഒരു പൈലറ്റിൻ്റെ ഒക്കെ ഒരു ഫിലിമുണ്ടല്ലോ. ആ ഫിലിമിൽ നമ്മൾ മമ്മൂട്ടിയെ വെച്ച് പറഞ്ഞാൽ പഠിച്ചല്ലോ സാന്ത്വനം, പത്തേമാരി. എന്നാൽ പിന്നെ ഇതിൽ വെച്ച് പഠിക്കാം. നമ്മുടെ പാർവതി തിരുവോത്ത് ആസിഡ് അറ്റാക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഫിലിമിൽ. അപ്പോൾ നമ്മൾ ആശ്വസിപ്പിച്ചിട്ട് ഇന്നായൻ്റെ നിധി കുംഭം ഇതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ആശ്വാസ നിധി പദ്ധതി, പാർവതി തിരുവോത്തിൻ്റെ ആസിഡ് അറ്റാക്ക് ആ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കാം. ടേക്ക് ഓഫ് ഫിലിമില്ല, അത് വെച്ചിട്ട് മറ്റത് പത്തേമാരി ഫിലിം. മറപ്പോരല്ലോ. ഓക്കെ, അടുത്ത നോക്കാം കേട്ടോ. അടുത്ത ചോദ്യം 2025 ലേറ്റസ്റ്റ് ചോയ്സാണ്. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായിട്ടുള്ള കേരള ഡ്രഗ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? പദ്ധതിയുടെ പേര് ഞാൻ പറയാം. എൻ പ്രൗഡ് എന്നാണ്. കാണിച്ചു തരാം. എൻ പ്രൗഡ് കണ്ടോ? എൻ പ്രൗഡ് ഒരു ബിന്ന് വെച്ചേക്കുന്നതാണോ? അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചു, ബയോകെമിക്കൽ മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്നതിനായിട്ട് ഡ്രഗ് കൺട്രോൾ വകുപ്പിൻ്റെ കീഴിലുള്ള പദ്ധതിയാണ് എൻ പ്രൗഡ്. വായിക്കാം. എൻ പ്രൗഡ് ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്. അതായത് ഉപയോഗിക്കാത്തതും കാലഹരണം കഴിഞ്ഞതുമായ മരുന്നുകൾ ശാസ്ത്രീയമായിട്ട് ശേഖരിച്ച് സംസ്കരിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. പരിസ്ഥിതി മലിനീകരണത്തിനും ആൻറ്റി മൈക്രോബിയൽ പ്രതിരോധത്തിനും കാരണമാകുന്ന മരുന്നുകളുടെ അശാസ്ത്രീയമായ സംസ്കരണം തടയുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഉപയോഗിക്കാത്ത മരുന്നുകളൊക്കെ വലിച്ചെറിയുമ്പോൾ അവിടെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒക്കെ രൂപപ്പെടും. അത് വേറെ ജീവികളൊക്കെ കഴിച്ച് അവരുടെ ഉള്ളിൽ ഒരു വേറെ ആൻറ്റിബയോട്ടിക് ചെല്ലുമ്പോൾ റെസിസ്റ്റൻ്റ് ആവാതെ, അതായത് അവർക്ക് ശരീരത്ത് പിടിക്കാതിരിക്കും. അങ്ങനെ ഓർക്കാം, ശരീരത്ത് പിടിക്കാതെ, അങ്ങനെ പറയുന്നത്, ശരീരത്ത് പിടിക്കാതിരിക്കും ഓവർ മരുന്ന്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ തടയാൻ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് വേറെ ജീവികളൊക്കെ എടുത്ത് തിന്ന് അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യണം? അത് നല്ല രീതിയിൽ സംസ്കരിക്കപ്പെടണം, ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബിന്നിങ്ങനെ വയ്ക്കും, അതിൽ കൊണ്ടിട്ടോ നിങ്ങൾ. അപ്പോൾ അങ്ങനെ ബിന്നിൽ
ഇടും. പിന്നെ അത് ശാസ്ത്രീയമായിട്ട് ഗവൺമെൻറ് എടുത്ത് സംസ്കരിച്ചോളും. അപ്പോൾ ആ പദ്ധതിയുടെ പേരെന്താണ്? എൻ പ്രൗഡ്. എന്നാ ഒരു പ്രൗഡല്ലേ എന്തിന്? ഈ ബിൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ ബിൻ ഇങ്ങനെ നല്ല പ്രൗഡിയോടെ ഇരിക്കുന്നു. അപ്പോൾ പദ്ധതിയുടെ പേര് ബിൻ പ്രൗഡ് എന്ന് ഓർക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ബിന്ന് വയ്ക്കുമല്ലോ. അപ്പോൾ ബിൻ പ്രൗഡ്, നല്ല പ്രൗഡിയോടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ബിന്ന്. ഓർക്കാമല്ലോ, അങ്ങനെ ഓർക്കാം. അപ്പോൾ എൻ പ്രൗഡ് പദ്ധതിയും പഠിച്ചു. അടുത്തൊരു പദ്ധതി, അതായത് ഓപ്പറേഷൻ അമൃത്. നേരത്തെ പഠിച്ച അമൃത ചേച്ചിയായിട്ടുള്ളതുമായിട്ട് തെറ്റിപ്പോരുത്, അത് ജീവിതശൈലിയാണ്. അമൃതം വെച്ച് തുടങ്ങുന്ന ജീവിതശൈലിയായിരുന്നു, ഇത് അമൃതം ലാസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ പഠിക്കാം. അപ്പോൾ ഓപ്പറേഷൻ അമൃത് എന്ന പദ്ധതി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. നമുക്കത് പോയി പഠിച്ചിട്ട് വരാം. ഈ ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമ്മളിൽ എന്ത് രൂപപ്പെടും? നമ്മൾ ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കുമ്പോൾ ചില മരുന്നുകളോട് നമ്മുടെ ശരീരം പ്രതികരിക്കാതാവും. ഇപ്പം നമ്മൾ ശരീരത്തിലെ പ്രതിരോധ ശേഷി ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലേ, ആൻറ്റിജൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുപോലെ നമ്മൾ ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്നിനോട് പൊതുവിൽ നമ്മുടെ ശരീരം എന്താവും? റെസിസ്റ്റൻ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യമില്ലാതെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന ഈ പ്രതിഭാസമാണ് എന്ത്? ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറായിട്ട് മരുന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ മാരക രോഗം പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എത്ര മരുന്ന് കഴിച്ചാലും ഇവൻ ഏക്കാതാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ വകുപ്പ് ഇതിന് തടയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. കുറിപ്പടി ഇല്ലാതെ മരുന്ന് കൊടുക്കരുത്. ആര്? മെഡിക്കൽ സ്റ്റോറുകാർ. ഈ ചില കൂടിയ മരുന്നുകളൊക്കെ, ശക്തിയുള്ള മരുന്നുകളൊക്കെ. അപ്പോൾ അതിന് കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ത്? ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. അതായത് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ മരുന്ന് വിറ്റാൽ കർശന നടപടികളുണ്ടാവും. അപ്പോൾ കേരളത്തിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയമായ ഉപയോഗം തടയുന്നതിനായിട്ട് കേരള ഡ്രഗ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണിത്. ഡോക്ടറുടെ കുറിപ്പില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നത് നിന്ന് ഇത് തടയുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഓപ്പറേഷൻ അമൃത്, വല്ലപ്പോഴും മാത്രം അമൃതം പോലെ മരുന്ന് കഴിച്ചാൽ മതി. അത് എപ്പോഴും എടുത്ത് വിഴുങ്ങണ്ട, അങ്ങനെ ഓർക്കാം കേട്ടോ. അപ്പം മറ്റേത് അമൃത ചേച്ചിക്ക് ജീവിതശൈലി രോഗമില്ലെന്നും, ഇതെന്താണ്? ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ അമൃത് പോലെ ഇച്ചിരി മരുന്ന് കഴിച്ചാൽ മതി. അല്ലാതെ തലവേദന വരുമ്പോൾ 2 ഡോളോ എടുത്ത് വിഴുങ്ങുക, വയറുവേദന വരുമ്പോൾ 2 സൈക്ലോപാം എടുത്ത് വിഴുങ്ങുക, അതൊന്നും വേണ്ട കേട്ടോ. ഓപ്പറേഷൻ കഴിയുമ്പോൾ അമൃതം പോലെ ഇച്ചിരി മരുന്ന്, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓർത്താൽ മതി. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആവത്തില്ല. ഓക്കെ ആണേ? അടുത്തത് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു അല്ലേ, ആരോഗ്യ കേരളം പദ്ധതി. ഓപ്ഷൻ്റെ അകത്ത് പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ആരോഗ്യ കേരളം പദ്ധതി. കേരളത്തിൽ ആരോഗ്യം കൂടുതലുള്ളത് ഗ്രാമീണർക്കാണ് എന്നൊരു രീതിയിൽ നമ്മളങ്ങ് ഓർത്തു വെച്ചു. അതായത് ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് തുടങ്ങിയ പദ്ധതിയാണേത്? ആരോഗ്യ കേരളം പദ്ധതി. പഠിച്ചില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാകുന്ന പദ്ധതി. നിങ്ങൾ അതിന് പരസ്യം കണ്ടിട്ടില്ലേ? ഒരു ലേഡി ഇങ്ങനെ വരുന്നു, അപ്പോൾ അവിടെ നിന്ന് ആരോ നോക്കുന്നു, അപ്പോൾ ലേഡി മൊബൈലിൽ എന്തോ കുത്തുന്നു, പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് വരുന്നു, മറ്റോമാരെ ഓടിക്കുന്നു, അങ്ങനെ. അപ്പോൾ രാത്രി എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ ഒരു നമ്പറുണ്ട്, അതിലേക്ക് വിളിക്കുമ്പോൾ പോലീസ് വന്ന് നമ്മളെ രക്ഷിക്കും, പോലീസ് സഹായം കിട്ടും. ആ പദ്ധതിയുടെ പേരെന്താണെന്നറിയാവോ? നിഴലായിട്ട് പോലീസ് കൂടെ ഉണ്ടാവും. എന്താണ്? ഓപ്ഷൻ എ ആണ് നിഴൽ പദ്ധതി കേട്ടോ, നിഴൽ പദ്ധതി. അപ്പോൾ നമുക്ക് നിഴൽ പദ്ധതി ഒന്ന് കണ്ടിട്ട് വരാം. കേരള പോലീസിന്റെ നിഴൽ പദ്ധതി, അതായത് രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഒക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് 112 ഡയൽ ചെയ്യുമ്പോൾ പോലീസ് കണക്ട് ചെയ്യും. ഞാനിങ്ങനെ ഒരു അപകടത്തിലാണ്, എന്നെ വരണം, രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവർ വരും. ഇപ്പം അഥവാ നമുക്ക് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫോണിൻ്റെ പവർ ബട്ടൺ 3 തവണ അമർത്തിയാൽ കമാൻഡ് സെൻറ്ററിൽ സന്ദേശം ലഭിക്കും. തുടർന്ന് പോലീസ് നമ്മളെ ട്രാക്ക് ചെയ്ത് വന്ന് നമ്മളെ രക്ഷിക്കും. അപ്പോൾ നിഴൽ പദ്ധതി, പോലീസ് നിഴലായി കൂടെയുണ്ട് കേട്ടോ, നിഴലായി പോലീസ്. അടുത്തത് കണ്ടോ, ഞാൻ പറഞ്ഞു ഓപ്ഷനിൽ വരുന്നത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് PSCക്ക്. മന്ദഹാസം നമ്മൾ ഓപ്ഷനിലല്ലേ പഠിച്ചേ. ഇപ്പം നോക്കിയേ, കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? അപ്പൂപ്പന് വല്ല് വെച്ച് കൊടുക്കുന്നതല്ലേ നമ്മൾ പഠിച്ചേ. അതായത് വയോജന സംരക്ഷണം. ഓപ്ഷൻ ബി, വയോജന സംരക്ഷണം. അടുത്ത ചോദ്യം നോക്കാം. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കായി ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം കിട്ടും. പിന്നെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കും. പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണിത്. 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏതിൻ്റെ ഭാഗമായിരിക്കും? അന്ത്യോദയ അന്നയോജന അല്ലേ? അതല്ല. അന്നപൂർണ അതല്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. നമുക്കിതൊന്ന് നോക്കിയിട്ട് വരാം.
സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന എന്ന് പറയുന്നത് 1997 ഡിസംബർ മുതൽ പ്രാബല്യത്തിൽ വന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ്. ഇപ്പൊ അത് ദീൻ ദയാൽ അന്ത്യോദയ യോജനയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദരിദ്രരുടെ സ്വയം തൊഴിലിനും വേതന തൊഴിലിനും വേണ്ടിയുള്ള തൊഴിൽ പദ്ധതി. അതായത് ദരിദ്രർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നില്ല ആ കീവേഡ്സ്. പിന്നെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. തൊഴിൽ രഹിതർ സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ കൊണ്ടുവന്നാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ധനസഹായം ചെയ്യുക. പിന്നെ നഗരങ്ങളിൽ തൊഴിലില്ലാത്തവർക്കും ദരിദ്രർക്കും, അപ്പോൾ ദരിദ്രർ എന്നൊരു ടേമും തൊഴിലില്ലാത്തവർ എന്നൊരു ടേമും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിന് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലാണ് ചെലവൊക്കെ പങ്കിടുന്നത്. ഇത്രയാണ് അതിലുള്ളത്. ഏത്? സ്വർണ്ണ ജയന്തി ഹഷാരി റോസ്ഗർ യോജന. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, അടുത്ത് നോക്കാം. അന്ത്യോദയ അന്ന യോജന ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഇപ്പോഴും. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കാണിച്ചു അല്ലേ. അതായത് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഭക്ഷ്യസാധനങ്ങൾ നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ്. 2000-ലാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ മെയിൻ ലക്ഷ്യം എന്താ? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, എല്ലാവർക്കും ഫുഡ് കിട്ടണം. അതിനാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 35 കിലോ ഭക്ഷ്യധാന്യം കൊടുക്കും. പിന്നെ അരിക്കും ഗോതമ്പിനൊക്കെ 1 രൂപ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കിട്ടുന്ന ആർക്കാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക്. അപ്പോൾ അന്ത്യോദയ അന്ന യോജന നമ്മൾ പഠിച്ചു. AAY. അടുത്തത് ഓപ്ഷനിലുള്ള അടുത്തതാണ് അന്നപൂർണ പദ്ധതി. അതായത് 65 വയസ്സിന് മുകളിലുള്ളവരും വരുമാനം തീരെ ഇല്ലാത്തതുമായ നിർധനരായ വ്യക്തികൾക്ക് 10 കിലോഗ്രാം, അതും ഈ അന്നം എന്ന് കേൾക്കുമ്പോൾ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഞാൻ ഓപ്ഷൻ പറഞ്ഞില്ലേ, അവർക്ക് 10 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ പ്രതിമാസം സൗജന്യമായിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി. ഇത് നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ലിയർ ആയല്ലോ. അടുത്തത് ഓപ്ഷനിൽ ഉണ്ടായിരുന്ന അടുത്ത പദ്ധതിയാണ് ഗ്രാമ സമൃദ്ധി യോജന. അതായത് ഗ്രാമത്തിലുള്ളവർക്ക് എന്തോ സമൃദ്ധിയായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് അല്ലെ. എന്താണെന്ന് നോക്കാം. ഗ്രാമപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള പദ്ധതിയാണ്, കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. സംഭവം എന്നാന്ന് വെച്ചാൽ ഈ പദ്ധതി പ്രകാരം കർഷകർക്കും അവരുടെ ഉൽപാദനക്ഷമത കൂട്ടുക, അത് കാര്യക്ഷമമായിട്ട് വിൽക്കുക, ലാഭത്തിൽ വിൽക്കുക എന്നൊക്കെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ഇറക്കിയത്. അപ്പോൾ ഫാമിൽ നിന്ന് മാർക്കറ്റിലേക്കുള്ള വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നത്, അതായത് കർഷകർ ചൂഷണം ചെയ്യപ്പെടരുത്, ഇടനിലക്കാർ ലാഭം മുഴുവൻ കൊണ്ടുപോയില്ലേ. അപ്പോൾ കർഷകർക്ക് അതിനുള്ളൊരു സ്പേസ് കൊടുത്ത് അവരെ പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ചെറുകിട അല്ലെങ്കിൽ നാമമാത്ര കർഷക ഉൽപാദക സംഘടനകൾക്കും വ്യക്തിഗത ഭക്ഷ്യ സംസ്കരണ ശാലകൾക്കും സർക്കാർ സബ്സിഡി ഇതിലൂടെ നൽകും. അപ്പോൾ അതിനുള്ള പദ്ധതിയാണ് ഗ്രാമസമൃദ്ധി. ഗ്രാമത്തിലും സമൃദ്ധി വരട്ടെ, അവർ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളും കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങളും നല്ല ലാഭത്തിലൊക്കെ വിൽക്കാൻ കഴിയട്ടെ എന്നുള്ള രീതിയിൽ ഗ്രാമസമൃദ്ധി യോജന ഓർക്കണം കേട്ടോ. അടുത്തത് നമുക്കൊരു ചേരുംപടിയാണ്, നമുക്കൊന്ന് ചേർത്ത് നോക്കാം. കേരളത്തിലെ താഴെ പറയുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അതത് ഗുണഭോക്താക്കളുമായിട്ട് ചേരുംപടി ചേർക്കുക. കാരുണ്യ ആരോഗ്യ പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗുരുതര രോഗബാധിതർക്കായിട്ടുള്ള പദ്ധതിയാണ്. പറയാം എന്താന്ന്. അടുത്തത് പ്രവാസി ക്ഷേമനിധി ആണെങ്കിൽ നോൺ റെസിഡന്റ് കേരളൈറ്റ്സിന് വേണ്ടിയിട്ട് ഉള്ളതായിരിക്കും, പ്രവാസി കേരളീയർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അടുത്തത് കിസാൻ അഭിമാൻ ആണെങ്കിൽ, അഭിമാനം ചെറിയവനാണെങ്കിലും അഭിമാനം വേണം. ഒരു കോഡാണ് പറഞ്ഞുതരാം. കിസാൻ അഭിമാൻ പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർക്കായിട്ടുള്ളതാണ്. അടുത്തത് കേരള കർഷക തൊഴിലാളി പെൻഷൻ, മിച്ചൊരെണ്ണമല്ലേ ഉള്ളൂ. അതായത് പെൻഷൻ ആർക്കായിരിക്കും? വയോധിക കർഷകർക്കായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് പോയി പഠിക്കാം കേട്ടോ. ഇത് കണ്ടല്ലോ. അടുത്തത് ആദ്യത്തെ നോക്കിയാലോ. കേരള കർഷക തൊഴിലാളി പെൻഷൻ പദ്ധതി. അപ്പം നമ്മുടെ അവിടെ കീവേഡ് ഞാൻ പറഞ്ഞു വയോജനങ്ങൾക്കാണ് പെൻഷൻ കൊടുക്കണേന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കേരള കർഷക തൊഴിലാളി പെൻഷൻ പദ്ധതിയുടെ പ്രത്യേകത കേരളത്തിലെ സാമ്പത്തികമായി നിൽക്കുന്ന വയോധിക കർഷക തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന ഒരു സാമൂഹിക സുരക്ഷാ പെൻഷനാണ്. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കായിരിക്കുമല്ലോ. അപ്പോൾ വയോധിക കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷനാണ് കേരള കർഷക തൊഴിലാളി പെൻഷൻ. അപ്പോൾ ആ ചോദ്യത്തിൽ ആ വയോധിക പെൻഷൻ കിട്ടുന്നു, അങ്ങനെ ഒരു രീതി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കിസാൻ അഭിമാൻ പദ്ധതിയാണ്. ചെറുകിട കർഷകരുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പെൻഷൻ പദ്ധതിയാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 2009-ലാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. അപ്പോൾ കിസാൻ അഭിമാൻ പദ്ധതി ചെറുകിട കർഷകർ, അത് ഓർക്കാൻ വേണ്ടിയിട്ട് ചെറിയ കർഷകനാണെങ്കിലും
അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പെൻഷൻ. അപ്പോൾ ചെറിയവനാണെങ്കിലും അഭിമാനം. ഞാൻ ആ ചേരുമ്പടി ചേർത്തപ്പോൾ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അത് തന്നെ. അപ്പോൾ ചെറുകിട കർഷകർക്ക് കിസാൻ അഭിമാൻ പദ്ധതി കിട്ടിക്കാണുമല്ലോ. അടുത്തത് പ്രവാസി ക്ഷേമനിധി. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ പ്രവാസികൾക്കായി നടപ്പിലാക്കിയ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. നമ്മൾ നേരത്തെ സാന്ത്വനം പറഞ്ഞില്ലേ, അതുപോലെ ഏകദേശമായിട്ട് വരും. അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന കേരളീയർക്കും വിദേശത്തെ ജോലി മതിയാക്കി നാട്ടിലെത്തിയവർക്കും അങ്ങനെയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന കേരളീയർക്കും വിദേശത്തെ ജോലി മതിയാക്കി നാട്ടിലെത്തിയവർക്കും കിട്ടും കേട്ടോ ഇത്. അപ്പോൾ NRK നമ്മുടെ ആ ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾ കണ്ടോ, ശ്രദ്ധിച്ചായിരുന്നോ? NRK എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്, അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രവാസി ക്ഷേമനിധി പദ്ധതിയിൽ അംഗമായി ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പം അംഗങ്ങൾക്ക് പെൻഷൻ, കുടുംബ പെൻഷൻ, ചികിത്സാ സഹായം, മരണാനന്തര സഹായം തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും ഇതിൽ നിന്നുണ്ടാവും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരെണ്ണം കൂടെ പഠിച്ചു, കാരുണ്യ ആരോഗ്യ പദ്ധതി. അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. KASP, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അതിൻ്റെ ഫുൾ ഫോം ഒരിക്കലും PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് ആ ഫുൾ ഫോം പഠിക്കണം. KASP. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പോൾ ഇതിലൂടെ ഗുരുതരമായ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായിട്ട് കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കാറുണ്ട്. ഇതിപ്പോൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായിട്ട് സംയോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ലേറ്റസ്റ്റ് ആയിട്ട് PSC ചോദിക്കുന്നതിൽ നിന്ന് പഠിച്ചത്. ഇത് തന്നെ റെപ്പറ്റീഷനാണ് കുറച്ച് നാളായിട്ട് കണ്ടിട്ടുള്ളത്. ഇനി ഞാൻ പണ്ട് കുറച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആ ധ്വനി പദ്ധതിയൊക്കെ പറ്റിയിട്ടുള്ളത്. അതും ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതൊരു വലിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. നേർക്കാഴ്ച, അതായത് നേത്രാരോഗ്യത്തിനുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് നേർക്കാഴ്ച. അപ്പോൾ എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച. അപ്പൊ അതിന്റെ നടത്തിപ്പിനായിട്ട് ആരോഗ്യ പ്രവർത്തകര്, ആശാ വർക്കർ, കുടുംബശ്രീ വോളണ്ടിയർമാർ ഇവരുടെ എല്ലാവരുടെയും സേവനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ ക്യാമ്പയിനായിട്ടാണ് ഇത് നടത്തുന്നത്. അതുപോലെ ഈ കാഴ്ച വൈകല്യങ്ങൾ കണ്ടെത്തുകയും സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്കായിട്ട് സൗജന്യ കണ്ണടകളുമൊക്കെ നൽകും. അപ്പൊ 4 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന നേർക്കാഴ്ച പദ്ധതിയിലൂടെ കാഴ്ചാവൈകല്യമുള്ള എല്ലാ വ്യക്തികൾക്കും സൗജന്യ വൈദ്യോപദേശവും മരുന്നുകളും ലഭ്യമാക്കും. അപ്പൊ പ്രധാന പദ്ധതിയാണ് നേർക്കാഴ്ച. ലക്ഷ്യം എന്താണ്? എല്ലാവർക്കും നേത്ര ആരോഗ്യം. ഇങ്ങനെ ഓർത്താൽ എല്ലാവർക്കും നേരെ ചൊവ്വെ കാണാൻ പറ്റണം എന്ന ലക്ഷ്യത്തോടെ തുടങ്ങുന്ന പദ്ധതി ഏതാ? നേർക്കാഴ്ച. അടുത്തത്, അപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ മാത്രമല്ല പറയുന്നത്. ഈ ബജറ്റിൽ പഴയ പദ്ധതികൾക്കൊക്കെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫണ്ട് അനുവദിച്ച പദ്ധതികളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പൊ പുതിയ പദ്ധതികളും പറയും, നിലവിൽ ഉള്ള അതിനായിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുള്ള പദ്ധതികളും പറയും. അപ്പൊ അടുത്ത പദ്ധതിയാണ് ശൈലി. ശൈലി എന്ന് പറയുന്നത് സാംക്രമികേതര രോഗ പദ്ധതിയാണ്. അതായത് സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ വികസിപ്പിച്ചെടുത്ത IT ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന രാജ്യത്തെ ഏക സാംക്രമികേതര രോഗ പദ്ധതിയാണ് ശൈലി. അപ്പൊ സാംക്രമികേതര രോഗം എന്ന് പറഞ്ഞാൽ എന്താ? പകരാത്ത തരത്തിലുള്ള രോഗങ്ങളില്ല. ഉദാഹരണം അതിവിടെ പറയുന്നുണ്ട്. സാധാരണമായി കണ്ടുവരുന്ന സാംക്രമികേതര രോഗങ്ങൾ ഏതൊക്കെയാ? ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ക്യാൻസർ. അപ്പോ ഈ പദ്ധതിയിലൂടെ നിലവില് 70 ലക്ഷത്തിലധികം പേർക്ക് സഹായം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നിലവിൽ എഫക്റ്റീവായ ആ പദ്ധതി ഒന്നുകൂടെ വിപുലീകരിക്കുന്നതിനായിട്ട് അതിനും എത്ര 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത് എത്ര രൂപയാണ് അനുവദിച്ചതെന്നൊന്നും വേണ്ട. അപ്പൊ ശൈലി എന്ന് പറയുന്ന പദ്ധതി എന്തിനുള്ളതാ? സാംക്രമികേതര രോഗങ്ങൾക്കായിട്ടുള്ള പദ്ധതിയാണ് ശൈലി. അപ്പൊ സാംക്രമികം, ശൈലി. അപ്പൊ അടുത്തത് നിലവിലുള്ള ഒരു പദ്ധതിയാണ്. അതും വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റിയത് കൊണ്ട് ആ പദ്ധതിക്കും ഫണ്ട് അനുവദിച്ചു. കനിവ് പദ്ധതി എന്ന് വെച്ചാൽ ഒരു ആംബുലൻസ് സർവീസ് ആണ്. എന്താണ് ഈ കനിവ് പദ്ധതി എന്ന് പറഞ്ഞാല്? സമഗ്ര ട്രോമ കെയർ പദ്ധതിയാണ് കനിവ്. അതായത് 108 ആംബുലൻസിലൂടെ കൂടുതൽ സേവനങ്ങൾ ഈ പദ്ധതിയിലൂടെ ലഭിക്കും. അതായത് ഏതെങ്കിലുമൊക്കെ രോഗിയെ ക്രിട്ടിക്കലായിട്ട് ആംബുലൻസിൽ കയറ്റിയാൽ നമ്മൾ ഹോസ്പിറ്റൽ എത്തുന്നത് വരെ ഈ ആംബുലൻസിൽ രോഗിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യും. അപ്പൊ ആംബുലൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട്
ആ രോഗിയുടെ അവസ്ഥ ഡോക്ടേഴ്സിന് അവിടെ ചെല്ലുന്നത് വരെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒട്ടും ഡിലേ ഇല്ലാതെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ രോഗിക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കും. ഈ ആക്സിഡന്റ് കേസുകളൊക്കെ വരുമ്പോൾ ഇപ്പൊ സാധാരണ നമ്മൾ കേട്ടില്ലേ, 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നതിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേനെന്നൊക്കെ പറയില്ലേ. അപ്പൊ അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം ആംബുലൻസിൽ എത്തുമ്പോൾ തന്നെ ആ രോഗിക്ക് വേണ്ട ചികിത്സ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. അതാണ് കാന്യൂവ് പദ്ധതി. അപ്പൊ ആശുപത്രിയിൽ എത്തിയ ശേഷം ഉണ്ടാകുന്ന കാലതാമസം പരമാവധി കുറയ്ക്കുന്നതിനായിട്ട് ആംബുലൻസിലെ വിവരങ്ങൾ തത്സമയം പ്രധാന ആശുപത്രിയിലെ അത്യാഹിത വിഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മോണിറ്റർ വഴി അറിയാൻ സാധിക്കും. അപ്പൊ ഡോക്ടേഴ്സിന് അറിയാം രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാ. അപ്പൊ അവിടെ ചെന്ന ഉടനെ പെട്ടെന്ന് വൈദ്യസഹായം കൊടുക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. അപ്പൊ കാന്യൂവ് പദ്ധതി എന്താണ്? ആംബുലൻസ് 108 ആംബുലൻസിലൂടെ ലഭ്യമാക്കുന്ന സർവീസാണ് കാന്യൂവ് പദ്ധതി. അടുത്തത് നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് കെയർ മേഖലയെ ആഗോളമാക്കാനായിട്ടൊരു പദ്ധതിയാണ്. അതായത് കേരളത്തിലെ എഫക്റ്റീവ് ആയിട്ടൊരു മെഡിക്കൽ ടീമുണ്ട്. ഇപ്പൊ ഹെൽത്ത് സർവീസിൽ നല്ല സേവനം നൽകുന്ന ആരോഗ്യ പ്രവർത്തകരും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടീം നമ്മളുടെ കേരളത്തിൽ ഉള്ളപ്പോൾ അപ്പൊ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് ഹോസ്പിറ്റലിലും ചികിത്സയ്ക്കുമായിട്ട് ഒത്തിരി പൈസ മുടക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ കുറഞ്ഞ ചെലവിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഇങ്ങനെ സേവനം നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വിദേശികളെ കേരളത്തിലേക്ക് ആകർഷിക്കുക എന്നൊരു ലക്ഷ്യവും ഈ കെയർ പോളിസി ലക്ഷ്യമിടുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഹെൽത്ത് കെയർ മേഖലയിലെ ആഗോള സാധ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് കെയർ പോളിസി. അതായത് കേരളത്തിന് ആരോഗ്യ പരിചരണ രംഗത്ത് വൈദഗ്ധ്യവും നൈപുണ്യവുമുള്ള വലിയൊരു തൊഴിൽ സേനയുണ്ട്. അതുപോലെ ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നല്ലൊരു ശതമാനം മലയാളികളാണ്. വികസിത രാജ്യങ്ങളിൽ ആരോഗ്യ പരിചരണത്തിന് ചെലവ് വളരെ കൂടുതലാണ്. ഇത് കേരളത്തിന് ഒരു സാധ്യതയായിട്ട് പ്രയോജനപ്പെടുത്താം. ചെലവ് കുറഞ്ഞ ചികിത്സയ്ക്കും ആരോഗ്യ പരിചരണത്തിനുമായിട്ട് വിദേശികളെ നമുക്ക് സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ കഴിയും. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആരോഗ്യ പരിചരണം, ഹെൽത്ത് ടൂറിസം തുടങ്ങിയ മേഖലകളിലെല്ലാം മെച്ചപ്പെട്ട സേവനം നടത്തിക്കൊണ്ട് കേരളത്തെ ഒരു ഹെൽത്ത് ഹബ്ബാക്കി മാറ്റാൻ നമുക്ക് ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അതിന്റെ തുടർ നടപടികൾക്കൊക്കെ ആയിട്ട് ഒരു പോളിസി രൂപീകരിച്ചു. അപ്പൊ അതാണ് എന്ത്? കെയർ പോളിസി. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ടും ബജറ്റില് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് കെയർ പോളിസി എന്നൊരു ഐഡിയ കിട്ടിയല്ലോ. അടുത്തതാണ് പേവിഷബാധയ്ക്കെതിരെ ഒരു തദ്ദേശീയ വാക്സിൻ. പിന്നെ അത് മാത്രമല്ല, ഇഞ്ചക്ട് അല്ല, ഓറൽ വാക്സിനും കൂടാണ് ഡെവലപ്പ് ചെയ്യാൻ ഒരു പദ്ധതി വരുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശീയമായിട്ട് ഓറൽ റാബീസ് വാക്സിൻ, അതായത് പേപ്പട്ടി വിഷബാധയ്ക്കെതിരായിട്ടൊരു വാക്സിൻ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്നതിന് ഒരു സംരംഭം ആരംഭിക്കും. അതിനായിട്ട് തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയുടെയും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെയും കീഴില് വാക്സിൻ വികസിപ്പിക്കാനായിട്ട് പദ്ധതിയായിട്ടുണ്ട്. അപ്പൊ തദ്ദേശീയമായിട്ട് റാബിസ് വാക്സിൻ വികസിപ്പിക്കാനായിട്ട് ആരൊക്കെയാണ് മുൻകൈ എടുക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കീഴിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്? ഒന്ന് തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, അടുത്തത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ്. അപ്പൊ ഈ 2 പേരുകളും ഇതും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ബജറ്റിൽ 2 ഫണ്ടിങ്ങിന്റെ കാര്യം പറയാണ്. ഒന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ, അതായത് ഒത്തിരി ആരോഗ്യ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന നാഷണൽ ഹെൽത്ത് മിഷന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ നാഷണൽ മിഷൻ ഓൺ ആയുഷ് ഹോമിയോ, അതായത് ഹോമിയോപ്പതി, അതിനും ഫണ്ട് അനുവദിച്ചു. അടുത്തത് നിലവിലുള്ള ഒരു പദ്ധതി എഫക്റ്റീവ് ആയതുകൊണ്ട് അതിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്ന കേസാണ് പറയുന്നത്. ന്യൂ ബോൺ സ്ക്രീനിങ് പദ്ധതി. ന്യൂ ബോൺ സ്ക്രീനിങ് പദ്ധതി എന്ന് വെച്ചാൽ എന്താ? കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ എന്തൊക്കെ വൈകല്യം ഉണ്ട്, വരാൻ ചാൻസ് ഉണ്ട്, എല്ലാം നോർമൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സമഗ്രമായ പദ്ധതിയാണ് ഇത് ന്യൂ ബോൺ സ്ക്രീനിങ് പദ്ധതി. ആ ന്യൂ ബോൺ സ്ക്രീനിങ് പദ്ധതിയുടെ പേരെന്താണ്? ശലഭം. ഈ ശലഭം എന്ന് വേറൊരു പദ്ധതിയും കൂടെ ഉണ്ട് കേട്ടോ. അത് അമ്മയും കുഞ്ഞിന്റെയും സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു പദ്ധതി ശലഭം എന്നുണ്ട്. കൂടുതൽ ഇമ്പോർട്ടന്റ് ശലഭം ഈ ശലഭമാണ്, അതായത് ന്യൂ ബോൺ സ്ക്രീനിങ് പദ്ധതി. അപ്പൊ ഈ പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് വെച്ചാല് ബുദ്ധിമാന്ദ്യം, ഓട്ടിസം, അപസ്മാരം എന്നിവയ്ക്ക് കാരണമാകുന്ന ജനിതക രോഗങ്ങൾ ജനന സമയത്ത് തന്നെ കണ്ടെത്തി ചികിത്സിക്കുക. ഇപ്പൊ ചില രോഗങ്ങളൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ചികിത്സിച്ചാൽ റിക്കവർ ആവാൻ പറ്റും. അപ്പൊ ന്യൂബോൺ സ്ക്രീനിങ്ങിലൂടെ ആദ്യം തന്നെ ഇത് കണ്ടുപിടിച്ച് എഫക്റ്റീവ് ആയിട്ട് ചികിത്സിക്കുന്ന പദ്ധതിയാണ് ന്യൂബോൺ സ്ക്രീനിങ് പദ്ധതി. അടുത്തത് ഇ ഹെൽത്ത് പ്രോഗ്രാം. സംസ്ഥാനത്തെ ഓരോ പൗരനും ഇലക്ട്രോണിക് ഹെൽത്ത് കാർഡ് ലഭ്യമാക്കുക. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ അതുവഴി
സംസ്ഥാനത്തെ ഏത് സർക്കാർ ആശുപത്രികളിലും ഒരു വ്യക്തിയുടെ ചികിത്സാ രേഖ ലഭിക്കും. അല്ലാതെ ഫയൽ എടുക്കാനൊന്നും ഓടേണ്ടി വരില്ല, ഇങ്ങനെ ഒരു രൂപത്തിലുള്ളത് കൊണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്താണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പൊ അതിനായിട്ട് 574.5 കോടി അനുവദിച്ചിട്ടുണ്ട്. KASP എന്നാണ് ഷോർട്ട് ഫോം. അതായത് ഇപ്പൊ കാരുണ്യ ആരോഗ്യ പദ്ധതി എന്ന് പറഞ്ഞാല് കേരള ജനസംഖ്യയുടെ ഏറ്റവും താഴെയുള്ള, അതായത് 40% വരുന്ന ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നാല് പ്രതിവർഷം 5 ലക്ഷം രൂപ. നമുക്ക് പഠിക്കാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ 2023-24 സാമ്പത്തിക വർഷം മുതല് പഴയ നമ്മൾ PSCക്ക് പണ്ട് ചോദിച്ചുള്ള കുറെ പദ്ധതികളില്ലേ, അതെല്ലാം ഈ പദ്ധതിയുടെ അണ്ടറിലേക്ക് മാറ്റുകയാണ്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ 2023-24 സാമ്പത്തിക വർഷം മുതൽ താലോലം, കുട്ടികൾക്കായിട്ടുള്ള ക്യാൻസർ സുരക്ഷാ പദ്ധതി, ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ കുട്ടികളിലെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ, അതായത് ശ്രുതി തരംഗം എന്നീ പദ്ധതികളെല്ലാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ എന്ത് സംഭവം നോക്കാം. അതായത് താലോലവും ക്യാൻസർ സുരക്ഷാ പദ്ധതിയും കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഇതൊക്കെ എന്താ നോക്കാം. അപ്പൊ താലോലം പദ്ധതി എന്താന്ന് വെച്ചാൽ ജന്മനാലുള്ള ഹൃദയ വൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതിയാണ് താലോലം. അപ്പൊ കുഞ്ഞുങ്ങളുടെ മാരകാസുഖങ്ങളൊക്കെ താലോലമാണ്. അപ്പൊ അത് കാരുണ്യയുടെ കീഴിലാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്താണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക്, ക്യാൻസർ രോഗികളായ കുട്ടികൾക്ക് ജീവൻ സംരക്ഷിക്കുന്നതിന് പൂർണ്ണമായും സൗജന്യ ചികിത്സ അനുവദിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ക്യാൻസർ സുരക്ഷാ പദ്ധതി. ഇതും കാരുണ്യയുടെ കീഴിലാക്കി. അടുത്ത പദ്ധതി ശ്രുതി തരംഗം. ശ്രുതി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെവിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ പണ്ടുണ്ടായിരുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി. അപ്പൊ അതെന്ന് പറയുന്നത് ശ്രവണ വൈകല്യമുള്ള കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി നടത്തി ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനോടെ വൈകല്യം മാറ്റിയെടുക്കുന്ന പദ്ധതിയാണ് ഇത് ശ്രുതി തരംഗം. അപ്പൊ താലോലം, ക്യാൻസർ സുരക്ഷ, ശ്രുതി തരംഗം, ഈ 3 പദ്ധതികളാണ് കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ കീഴിലേക്ക് മാറ്റിയത്. അടുത്തൊരു സ്ഥാപനം തുടങ്ങാൻ പോവാണ്, നമുക്ക് നോക്കാം. ആയുർവേദത്തിന്റെ ശാസ്ത്രീയ വികസനത്തിനായിട്ട് ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, IRIA, ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു. ഇനി കേന്ദ്രത്തിന്റെ ജൽജീവൻ മിഷൻ ഉണ്ടല്ലോ. അപ്പൊ കേന്ദ്രത്തിന്റെ വിഹിതം പോലെ കേരളത്തിൽ നിന്ന് ഒരു വിഹിതം ഉണ്ട് അല്ലെ. അപ്പൊ അതിന് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ജൽജീവൻ മിഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് 2023-24 വർഷം 9.54 ലക്ഷം ടാപ്പ് കണക്ഷനുകൾ നൽകുവാൻ ജൽജീവൻ മിഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനായിട്ട് സംസ്ഥാനത്തിന് 500 കോടി നമ്മൾ മാറ്റിവെച്ചു. ഇനി ജൽജീവൻ മിഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ 90% സബ്സിഡിയോടുകൂടി കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിധികളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പുതിയ വാട്ടർ കണക്ഷൻ നൽകുന്നതിനുള്ള പദ്ധതിയാണ് എന്ത്? ജൽജീവൻ മിഷൻ. അടുത്തത് നിലവിലുള്ള പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ പദ്ധതി ഏതാ നോക്കാം. ജലനിധിയുടെ മഴവെള്ള കൊയ്ത്ത് പദ്ധതി. അപ്പോ അതിന്റെ ശേഷി ഉയർത്തുന്നതിനും ഭൂഗർഭ റീചാർജിംഗ് പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ജലനിധിയുടെയാണ് മഴവെള്ള കൊയ്ത്ത് പദ്ധതി. പിന്നെ അടുത്തത് നഗരമേഖലകളിൽ നടപ്പാക്കുന്ന വിദേശ സഹായ പദ്ധതിയായ കേരള ഖരമാലിന്യ സംസ്കരണ പ്രോജക്റ്റിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അടുത്ത പദ്ധതിയാണ് ആശ്വാസ് വാടക ഭവന പദ്ധതി. അപ്പൊ എന്താണ് സംഭവം? അതായത് മെഡിക്കൽ കോളേജുകളോട് ചേർന്ന് രോഗികൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർക്കൊക്കെ താമസിക്കാൻ ഉതകുന്ന തരത്തില് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് ആശ്വാസ് വാടക ഭവന പദ്ധതി. രോഗികൾക്ക് ഇപ്പൊ പുറത്തൊക്കെ പോയി വാടകയ്ക്ക് ഒത്തിരി റേറ്റിലൊക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലോ റൂമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഇതൊരു ആശ്വാസമായിട്ടുള്ള ഒരു പദ്ധതിയായിരിക്കും. ഏതാണ്? ആശ്വാസ് വാടക ഭവന പദ്ധതി. പേര് പോലെ തന്നെ ആശ്വാസമാണ്. ഓക്കെ. അപ്പൊ ആശ്വാസ് വാടക ഭവന പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായിട്ട്. അടുത്തതാണ് ശുചിത്വ കേരളം പദ്ധതി. എന്താണ് ശുചിത്വ കേരളം പദ്ധതി? നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഖരമാലിന്യ നിർമ്മാർജ്ജന പ്രൊജക്ട്. ആ പ്രൊജക്ടുകള് നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് ഇത് ശുചിത്വ കേരളം പദ്ധതി. ഈ പദ്ധതി എന്ന് പറയുന്നത് ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇനി എന്താണ് ഈ ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്? ഹരിത കേരള മിഷൻ ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജലസംരക്ഷണം, ജൈവ കൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം
എന്നീ 3 മേഖലകൾക്ക് ഊന്നൽ നൽകുന്നതാണ് എന്ത്? ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത്? ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ്, ജലസംരക്ഷണം, ജൈവ കൃഷി. അടുത്ത ജനനി ജന്മരക്ഷാ പദ്ധതിക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്താണ് ഈ ജനനി ജന്മരക്ഷാ പദ്ധതി? പട്ടികവർഗ വിഭാഗത്തിലുള്ള സ്ത്രീകളുടെ പ്രസവ സമയത്തുള്ള ധനസഹായ പദ്ധതിയാണ്. അപ്പോൾ പട്ടികവർഗ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് പ്രസവകാലത്ത് ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് ജനനി ജന്മരക്ഷാ പദ്ധതി. അപ്പൊ അമ്മ രക്ഷ എന്നൊക്കെ കേൾക്കുമ്പോൾ പ്രസവ സമയം. അടുത്ത നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അതെന്തിനാണ്? അതായത് അംഗപരിമിതർക്കായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പൊ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അടുത്ത ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് സർക്കാർ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്ന പദ്ധതിയാണ്. എന്താണ്? ബാരിയർ ഫ്രീ കേരള പദ്ധതി. അപ്പോ ഭിന്നശേഷിക്കാർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിനാണ് ബാരിയർ ഫ്രീ കേരള പദ്ധതി. അപ്പൊ അത് സാമൂഹ്യ നീതി വകുപ്പ് മുഖേനയാണ് നടപ്പിലാക്കി വരുന്നത്. അപ്പോ ബാരിയർ ഫ്രീ കേരള പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? സർക്കാർ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടുള്ള ബാരിയർ ഒന്നുമില്ല, അവർക്ക് ഇതൊക്കെ ഉപയോഗിച്ച് എവിടെ വേണേലും പോവാം. ഇപ്പൊ ബാരിയർ ഫ്രീ കേരള പദ്ധതി. അടുത്ത സമഗ്ര പാക്കേജിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കി വരുന്നതാണ് സമഗ്ര പാക്കേജ്. അപ്പൊ അതിൽ നമുക്കൊരു പദ്ധതി പഠിക്കാനുണ്ട്. സമഗ്ര പാക്കേജില് സ്നേഹസാന്ത്വനം നമുക്ക് നോക്കാം. അതായത് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന സമഗ്ര സമാശ്വാസ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. എൻഡോസൾഫാൻ്റെ സ്നേഹ സാന്ത്വനം പദ്ധതി. പിന്നെ നിലവിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പദ്ധതികൾക്കായിട്ട് ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ ആ പദ്ധതികൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. അപ്പൊ അതിന് പുതിയ ബജറ്റിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അനുയാത്ര പദ്ധതി എന്താണ്? ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. അടുത്തത് ആശ്വാസകിരണം. അതും നിലവിലുള്ള പദ്ധതിയാണ്, അതിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ആശ്വാസകിരണം പദ്ധതി എന്ന് വെച്ചാല് കിടപ്പ് രോഗികളെ നോക്കുന്നവർക്കായിട്ടുള്ള ധനസഹായ പദ്ധതിയാണ്. അപ്പൊ കിടപ്പ് രോഗികളെ നോക്കുന്ന അവരും വളരെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ, അവർക്കൊരു ആശ്വാസമായിട്ടുള്ളൊരു പദ്ധതി എന്നുള്ള രീതിയിൽ ആശ്വാസകിരണം. അപ്പൊ ഈ ആശ്വാസകിരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങൾ ഉള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. അപ്പൊ നോക്കുന്നവർക്ക് ഒരു ആശ്വാസം എന്നാണ് ആശ്വാസകിരണം. നോക്കിക്കേ, പൂർണ്ണ ശയ്യാവലംബരുടെ പരിചരണത്തിന് ആശ്വാസമായി ആശ്വാസകിരണം പദ്ധതി. സ്നേഹപൂർവ്വം പദ്ധതിയും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ സ്നേഹപൂർവ്വം പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചു. അപ്പൊ നമുക്ക് എന്താണ് ആ പദ്ധതി എന്നൊന്നുകൂടെ നോക്കാം. അപ്പൊ സ്നേഹപൂർവ്വം എന്ന് പറയുമ്പോൾ വളരെ സ്നേഹത്തോടെ നോക്കുക എന്നാണ്. ആരെയാണ്? അതായത് ഇപ്പൊ അച്ഛനമ്മയൊന്നും ഇല്ലാത്ത കുട്ടികളെ അവരെ അവരുടെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ബന്ധുക്കൾ കൊണ്ടുപോയോ ഒക്കെ പരിചരിക്കുമ്പോൾ അങ്ങനെ നോക്കുന്ന ബന്ധുക്കൾക്കായിട്ടുള്ള ഒരു ധനസഹായമാണ് സ്നേഹപൂർവ്വം പദ്ധതി. അപ്പൊ കുട്ടികളെ സ്നേഹപൂർവ്വം വളർത്താനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി. ഇപ്പൊ എന്താണെന്ന് നോക്കാം. മാതാപിതാക്കൾ ഇരുവരും അഥവാ അവരിൽ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് സാമ്പത്തിക പരാധീനതയൊക്കെ ഉള്ളപ്പോ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ആ അവസ്ഥയിൽ ഇത്തരം കുട്ടികളെ സ്വഭവനങ്ങളിലോ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിലോ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ഇത് സ്നേഹപൂർവ്വം പദ്ധതി. ഇപ്പൊ അമ്മയച്ഛനൊന്നും ഇല്ലാത്ത കുട്ടികളെ സ്നേഹപൂർവ്വം പരിചരിക്കുന്നവർക്കുള്ള പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. മാതാപിതാക്കളുടെ സംരക്ഷണം നഷ്ടപ്പെട്ട കുട്ടികളുടെ സാമ്പത്തിക പരിരക്ഷയ്ക്കായിട്ട് സ്നേഹപൂർവ്വം പദ്ധതി. ഈ പദ്ധതി നിലവിലുള്ളതാണ്. കുട്ടികളുടെ പ്രമേഹ ചികിത്സാ പദ്ധതി. ഇപ്പൊ കുട്ടികൾക്കൊക്കെ മിഠായി ഇഷ്ടമാണല്ലേ. അപ്പൊ കുട്ടികളുടെ പ്രമേഹ ചികിത്സ മിഠായി എന്നാണ് പദ്ധതിയുടെ പേര്. അപ്പൊ മിഠായി എന്നാണ് പദ്ധതിയുടെ പേര്. പദ്ധതി എന്താന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ ടൈപ്പ് 1 പ്രമേഹ രോഗം അകറ്റുന്നതിനായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മിഠായി പദ്ധതി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികളുടെ സഹായം, അവർക്ക് ഇൻസുലിൻ സ്ട്രിപ്പുകളും മെഡിസിൻസും ഒക്കെ ഈ പദ്ധതിയിലൂടെ നൽകുന്നുണ്ട്. അടുത്ത വയോജനങ്ങൾക്കായിട്ടുള്ള പദ്ധതിയാണ് എന്താണ് സായം പ്രഭ പദ്ധതി.
അപ്പൊ സായംപ്രഭ പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോ വയോജനങ്ങളൊക്കെ ഇപ്പൊ മക്കളൊന്നും അടുത്തുണ്ടാവില്ല, അപ്പൊ വീട്ടിലിരുന്ന് വളരെ മാനസിക സംഘർഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ സമപ്രായക്കാരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് യോജിപ്പിച്ചിട്ട് അവരുടേതായ രീതിയിൽ സന്തോഷിക്കുക, ഹെൽത്ത് ചെക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു പദ്ധതിയാണ് സായംപ്രഭ പദ്ധതി. ഇപ്പൊ നമുക്ക് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി പകൽ പരിചരണ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ സംരംഭമാണ് സായംപ്രഭ പദ്ധതി. അപ്പൊ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ സമപ്രായക്കാരുമായിട്ട് ഒത്തുചേരാനും പകൽ സമയത്ത് ഏകാന്തത അനുഭവിക്കുന്ന വൃദ്ധർക്ക് ആശ്വാസം നൽകാനും ഈ പകൽ പരിചരണ സൗകര്യങ്ങൾ അവസരമൊരുക്കുന്നു. അടുത്ത നിലവിലുള്ള പദ്ധതിയാണ് ഏതാണ്? വയോമിത്രം പദ്ധതി. വയോ കേൾക്കുമ്പോ തന്നെ വൃദ്ധജനങ്ങളുടെയാണ്, വയോജനങ്ങളുടെയാണെന്ന് ഓർക്കാലോ. അപ്പൊ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ സംസ്ഥാനത്തെ കോർപ്പറേഷൻ, മുനിസിപ്പൽ പ്രദേശങ്ങൾ ഇവിടെ താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പദ്ധതിയാണ്. അപ്പൊ ഈ പദ്ധതിയിലൂടെ പ്രായമായവർക്ക് മൊബൈൽ ക്ലിനിക് സേവനം, അതുപോലെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ആംബുലൻസ് സർവീസ്, അതുപോലെ അവർക്ക് മാനസിക സംഘർഷമൊക്കെ ഉണ്ടെങ്കിൽ കൗൺസിലിംഗ്, വൈദ്യസഹായം, മരുന്ന്, ഇതൊക്കെ ഇതിലൂടെ നൽകും. ഇനിയിപ്പോ കിടപ്പ് രോഗികളാണെങ്കിൽ പാലിയേറ്റീവ് കെയർ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സും അതൊക്കെ ഈ പദ്ധതിയിലൂടെ അവർക്ക് നൽകുന്നുണ്ട്. സായംപ്രഭ എന്താ? സായംപ്രഭ എന്ന് വെച്ചാൽ പകൽ പരിചരണ സൗകര്യം. അതിങ്ങനെ ഓർത്താൽ മതി. പകലല്ലേ സൂര്യനുള്ളത്, സൂര്യനല്ല ഉള്ളപ്പോഴല്ലേ പ്രഭയുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് ഓർക്കാം. അടുത്തത് ട്രാൻസ്ജെൻഡേഴ്സിനായിട്ടുള്ള മഴവില്ല് പദ്ധതിയാണ്. അതിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മഴവില്ല് പദ്ധതി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര പദ്ധതിയാണ്. അവരുടെ ഉന്നമനത്തിനായിട്ട് നടത്തുന്ന പദ്ധതിയാണ്. അപ്പൊ ട്രാൻസ്ജെൻഡർ സൗഹാർദ്ദപരമായ നിരവധി പദ്ധതികളാണ് കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ ആവിഷ്കരിച്ചു വരുന്നത്. അപ്പൊ ഈ മഴവില്ല് പദ്ധതിയുടെ ഭാഗമായിട്ട് ട്രാൻസ്ജെൻഡർ സെല്ല്, ട്രാൻസ്ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഇതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് മഴവില്ല് പദ്ധതി. പിന്നെ വേറൊരു മഴവില്ല് പദ്ധതി കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കേസിലെ മഴവില്ല് പദ്ധതിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മഴവില്ല് പദ്ധതി, അതായത് കുട്ടികൾക്ക് ഗണിതശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടുന്നതിനായിട്ട് കേഡിസ്ക് ആരംഭിച്ച മഞ്ചാടി പദ്ധതിയുടെ തുടർച്ചയായിട്ട് സംയോജിത ശാസ്ത്ര പഠനം എന്ന ആശയം മുൻനിർത്തിയിട്ടുള്ള പദ്ധതിയാണ് മഴവില്ല് പദ്ധതി. അടുത്ത ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ഡിമൻഷ്യ അൽഷിമേഴ്സ് മെമ്മറി സ്ക്രീനിംഗ് ക്ലിനിക്. അപ്പോ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്നതിന് ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതിയാണ് ഇത് ഡിമൻഷ്യ അൽഷിമേഴ്സ് മെമ്മറി സ്ക്രീനിംഗ് ക്ലിനിക്. അപ്പോൾ അൽഷിമേഴ്സ് മറവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പുതിയ പദ്ധതി. ഇനി അടുത്തത് കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതികൾ ശുഭയാത്ര, ആശ്വാസം, ഹസ്തദാനം. അത് ഉള്ളതാണ്. അപ്പൊ അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പദ്ധതി എന്തൊക്കെയാണെന്ന് നോക്കാം. ശുഭയാത്ര പദ്ധതി കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പൊ അതുവഴി വീൽ ചെയർ, ചലന പരിമിതി ഉള്ളവർക്ക് സ്കൂട്ടർ, മുച്ചക്ര വാഹനങ്ങൾ ഇതൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ ശുഭയാത്ര പദ്ധതി, ഈ ട്രാവൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ശുഭയാത്ര പദ്ധതി കൊടുക്കാം. അടുത്ത ആശ്വാസം. ഭിന്നശേഷിക്കാർക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ അവർക്ക് തൊഴിൽ വേണം അല്ലെ. അപ്പൊ അതെന്താണ്? ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ ധനസഹായ പദ്ധതിയുടെ പേരാണ് എന്ത്? ആശ്വാസം പദ്ധതി. അപ്പൊ ആശ്വാസം പദ്ധതിയിലൂടെ സ്വയം തൊഴില്. ഇനി ഹസ്തദാനം. അപ്പോ ഹസ്തദാനം പദ്ധതി എന്ന് വെച്ചാൽ ഗുരുതരമായ വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥിര നിക്ഷേപ പദ്ധതി. അപ്പൊ കാശ് കൊടുക്കാന്ന് ഓർക്കാം. അപ്പോ ഗുരുതരമായ വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥിര നിക്ഷേപ പദ്ധതിയാണ് ഹസ്തദാനം. ഒന്നും കിട്ടിയല്ലോ. ഇനി അടുത്തത് നമ്മൾ ഒരു ശുഭയാത്ര ഇപ്പൊ പറഞ്ഞു അല്ലെ, വികലാംഗരുടെ കേസിൽ. പണ്ട് ഈ റോഡ് സുരക്ഷയുമായിട്ടൊരു ശുഭയാത്ര പഠിച്ചിട്ടുണ്ടല്ലോ, മോഹൻലാൽ അംബാസിഡർ ആയിട്ട് വന്ന്. അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയാണ് ഇത് ശുഭയാത്ര. അതായത് റോഡ് സുരക്ഷാ പദ്ധതി. മോഹൻലാലാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട്. അതുപോലെ അടുത്ത പദ്ധതിയാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടത്തിവരുന്ന സൈക്കോ സോഷ്യൽ പദ്ധതി. അപ്പൊ സൈക്കോ സോഷ്യൽ പദ്ധതി കുട്ടികളുടെ മാനസികാരോഗ്യവും കാര്യങ്ങളും ആയിരിക്കും. അപ്പൊ അത് കുറെ സ്കൂളുകളിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ പദ്ധതി എഫക്റ്റീവ് ആയതുകൊണ്ട് അതൊന്ന് വിപുലീകരിക്കാൻ പോവാണ്. അപ്പൊ അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അടുത്തത് നിഷിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്താണ് നിഷ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആണ് എന്ത്? നിഷ്. ഇതാണ് നിഷ്. അപ്പൊ എന്താണ് നിഷ്? നിഷ് അംഗപരിമിതരായവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ മികച്ച അവസരം ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് റീഹാബിലിറ്റേഷൻ സയൻസസ് ആയിട്ട് നിഷിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ നിഷിന്റെ ഫുൾ ഫോം നോക്കി വെക്കുക. അടുത്തത്, കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത പ്രചരണ പരിപാടി വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിമുക്തി പദ്ധതി പഠിച്ചിട്ടില്ലേ? അപ്പൊ എന്താണ് വിമുക്തി പദ്ധതി കൂടെ നോക്കാം. വിമുക്തി എന്ന് പറയുമ്പോൾ ലഹരിയിൽ നിന്ന് മോചനം എന്നൊരർത്ഥം. അപ്പൊ വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ എന്തിനാണ്? അതായത് OP സേവനം, കൗൺസിലിംഗ്, മരുന്നുകള്, മാനസികോല്ലാസത്തിനുള്ള സൗകര്യം, ടിവിയും പത്രവും ചെസ് അങ്ങനെയുള്ള, പിന്നെ യോഗ, ലഹരിയിൽ നിന്ന് മോചനം നേടുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രത്യേക കരുതൽ എന്നിവ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ് വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ. അപ്പൊ അതിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഇനി വിമുക്തി പദ്ധതി എന്തായിരുന്നു? വിമുക്തി പദ്ധതി എന്ന് പറയുമ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരും എക്സൈസ് വകുപ്പും കൂടി തുടങ്ങിയ പദ്ധതിയാണ് വിമുക്തി. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. അതുപോലെ നമ്മുടെ മലയാളം ബുക്ക് വേണ്ടവര് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ബുക്കിന് 170 റുപ്പീസ് ആണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി ബുക്ക് നിങ്ങളുടെ വീട്ടിൽ ലഭിക്കുന്നതാണ്. അടുത്തത് നവകേരളം കർമ്മ പദ്ധതി. എന്താണ് ഈ നവകേരളം കർമ്മ പദ്ധതി? അതായത് ഹരിത കേരളം, ആർദ്രം, ലൈഫ്, വിദ്യാകിരണം എന്നീ 4 മിഷനുകളും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവും ഏകോപിപ്പിച്ച് ആരംഭിച്ച പദ്ധതിയാണ് ഇത് നവകേരളം കർമ്മ പദ്ധതി. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് എന്ത്? നവകേരളം കർമ്മ പദ്ധതി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഓരോ പദ്ധതികളും എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ നമ്മൾ ഹരിത കേരളം പദ്ധതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ? ശുചിത്വ, മാലിന്യ സംസ്കരണം, മണ്ണ്, ജല സംരക്ഷണം, ജൈവ കൃഷി, ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ടുള്ള മിഷനാണ് ഇത് ഹരിത കേരളം മിഷൻ. ഇനി ആർദ്രം മിഷൻ. ആർദ്രം എന്താണ്? അതായത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും രോഗി സൗഹൃദം ആയിട്ടുള്ള ആശുപത്രിയായി മാറ്റുക, അതുപോലെ നല്ല സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആർദ്രം മിഷൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി അടുത്തത് ലൈഫ് മിഷൻ. അറിയായിരിക്കുമല്ലോ. ലൈഫ് മിഷന്റെ ഉദ്ദേശം എന്താണ്? കേരളത്തിലെ ഭവനരഹിതരുടെ പ്രശ്നങ്ങൾക്ക് സമഗ്ര പരിഹാരം കാണുക, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്ന ലക്ഷ്യത്തോട് തുടങ്ങിയതാണ് ഇത് ലൈഫ് മിഷൻ. അപ്പൊ കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ എന്താണ്? സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ. പിന്നെ നമ്മൾ ഒരെണ്ണം കൂടെ പറഞ്ഞു, വിദ്യാകിരണം പദ്ധതി അല്ലെ? അപ്പൊ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എന്താണ്? സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം സാധ്യമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാകിരണം. വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായിട്ട് കൊറോണ സമയത്ത് ലാപ്ടോപ്പ് കൊടുത്തൊക്കെ പത്രത്തിൽ വായിച്ചതല്ലേ? അപ്പൊ ഡിജിറ്റൽ വിദ്യാഭ്യാസം ഈ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലഭ്യമാക്കാനായിട്ട് നടത്തുന്ന പദ്ധതിയാണ് വിദ്യാകിരണം പദ്ധതി. പിന്നെ 2023 കേരള ബജറ്റിലെ പുതിയ ഇൻഷുറൻസ് പദ്ധതികളൊക്കെ അനൗൺസ് ചെയ്യുണ്ടായി. നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ നമ്മളിവിടെ പറയുന്നുണ്ട്. പുതിയ പദ്ധതിയാണ് ജീവൻ രക്ഷാ പദ്ധതി. അപ്പൊ ജീവൻ രക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു പദ്ധതിയെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പേര് മാറ്റിയതാണ്. അപ്പൊ ഏതാണ് നിലവിലുള്ള പദ്ധതി, എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സഹകരണ സ്ഥാപനങ്ങൾ, സർവകലാശാല, മറ്റു സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കായിട്ട് നിലവില് ഇൻഷുറൻസ് വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു അപകട ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായിരുന്നു. അതിന്റെ പേരെന്താ? GPAIS, ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം. ഇതിന്റെയൊക്കെ ഫുൾ ഫോം പഠിച്ചിട്ട് പോണേ. GPAIS, ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം. അപ്പൊ ആ അപകട സ്കീം പ്രകാരം ഈ മേഖലകളിലുള്ളവർക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്ന് പുതുക്കി എന്ന് പറയുമ്പോൾ ഈ ആക്സിഡന്റൽ ക്ലെയിമും ഡെത്ത് ക്ലെയിമിന്റെ ഒക്കെ എമൗണ്ട് കൂട്ടിയതോടൊപ്പം അതിന്റെ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 500 ആയിരുന്നു ഇത്ര നാള്, ഇപ്പൊ അത് 1000 രൂപയായിട്ടുണ്ട്. എന്നാൽ പരിരക്ഷ കൂട്ടുകയും ചെയ്തു. എന്നിട്ട് ഈ GPIS അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് പുതിയതാക്കി മാറ്റി. എന്താക്കി മാറ്റി? ജീവൻ രക്ഷ എന്നാക്കി മാറ്റി. അപ്പൊ GPIS അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? ജീവൻ രക്ഷ പദ്ധതി. അടുത്ത പുതിയ പദ്ധതിയാണ് അങ്കണം.
അങ്കണം എന്ന് കേൾക്കുമ്പോൾ അതിന് അങ്കണവാടി പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാന്ന് നോക്കാം. അതായത് പുതിയ പദ്ധതിയായ അങ്കണത്തില് അങ്കണവാടി പ്രവർത്തകർക്കായിട്ട് ആക്സിഡന്റ് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഉൾപ്പെടുത്തി പുതിയ പദ്ധതിയാക്കി. അപ്പൊ അങ്കണം എന്ന ഈ പുതിയ ഇൻഷുറൻസ് പദ്ധതിയില് അങ്കണവാടി പ്രവർത്തകർക്ക് ആക്സിഡന്റ് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഏർപ്പെടുത്തി. അതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് 360 രൂപയാണ്. അപ്പൊ അപകട മരണത്തിന് 2 ലക്ഷം രൂപ, പിന്നെ ആത്മഹത്യ അല്ലാതെയുള്ള മറ്റ് മരണത്തിന് 1 ലക്ഷം രൂപയുമാണ്. അപ്പോ അങ്കണം പുതിയത്. അടുത്തതാണ് മെഡിസെപ്പ് പദ്ധതി. അപ്പൊ മെഡിസെപ്പ് പദ്ധതി ഇവിടെ പറയാൻ കാരണം നിലവിലുള്ള പദ്ധതിയാണ്, പക്ഷെ നമ്മളുടെ ഈ പറയുന്ന 2023 ബജറ്റിൽ ഫണ്ട് അനുവദിച്ചതുകൊണ്ട് നമ്മളത് ക്ലാസ്സിൽ പഠിക്കുകയാണ്. മെഡിസെപ്പ് പദ്ധതി. അപ്പൊ മെഡിസെപ്പ് പദ്ധതി എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെ സർക്കാരിന് പെൻഷൻ പറ്റിയവർക്കുമായിട്ട് നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പൊ ഇതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് 500 രൂപയാണ്. അതായത് പ്രതിമാസം 500 രൂപയാണ്. പിന്നെ സേവന ദാതാവ് എന്ന് പറയുന്നത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ നമ്മൾ പുതിയ പദ്ധതികളും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ പഠിച്ചു. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്ലി PSC സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക.